خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر قولي وما توفيقي بالله عليه توكلت أنيب. بسم الله الرحمن الرحيم. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا بالغ معشار ما أوتي بما في البال بال لا إله إلا الله. هو محمد رسول الله. تاه قلبي مذ أتيت واديا قاف ما تابع وداد طه تاليا للتالي لا إله إلا الله. محمد رسول الله. മഹനീയമായ ഈ സദസ്സിന് അധ്യക്ഷമലങ്കരിക്കുന്ന മഹല്ല് പ്രസിഡന്റ് ഹംസ സാഹിബ് അവറുകൾ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച SKSFന്റെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി അൻബരി അവറുകൾ, ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സദസ്സിന്റെ ആത്മീയ നേതൃത്വം പാലക്കാട് ജില്ലാ സമസ്തയുടെ ജില്ലാ സെക്രട്ടറി ബഹുമാന്യരാകുന്ന ഈ അലവി ഫൈസി ഉസ്താദ് അവറുകൾ, വേദിയിൽ ബഹുശരായിരിക്കുന്ന ബഷീർ തെക്കൻ റഷീദ് ആല, പ്രിയപ്പെട്ട ഉമറാക്കളെ, ഉലമാക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ
നമുക്കെല്ലാവർക്കും ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. മഹാമാരിയെ തൊട്ട് നമ്മയും കുടുംബത്തെയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പോസിറ്റീവായി കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫാ നസീബാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ ഏവർക്കും അള്ളാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഈ ഭാഗത്ത് ഇരിക്കുന്നവരെല്ലാം കുറച്ചൊന്ന് ഇപ്പുറത്തോട്ട് ഇടതുഭാഗത്തോട്ട് ഇരുന്നാല് അവിടെ ആ ഭാഗത്ത് സ്റ്റേജിന്റെ കർട്ടന്റെ ഭാഗത്തായിട്ട് ഇരിക്കുന്നവരെ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഫ്രണ്ടിലേക്ക് വന്ന റാഹത്ത്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. കുറച്ചാളുകൾ ഈ ഭാഗത്ത് ഇരിക്കുന്നവരൊന്ന് ഇപ്പുറത്തോട്ട് ഇരുന്നോട്, ഇങ്ങോട്ട് പോരെ. ആ ബാക്ക് ആ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങ് വരീന. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുന്നിലേക്ക് വരീന. എത്ര താല്പര്യത്തിൽ മുമ്പോട്ട് വരുന്നോ അതേപോലെ നാളെ സ്വർഗത്തിൽ അള്ളാഹു സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരീൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നേതൃത്വത്തെ അനുസരിക്കുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്. ഈ കടന്നു വരുന്ന എല്ലാവരെയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്ന നാളെ അതേപോലെ സ്വർഗത്തിൽ അള്ളാഹു സീറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് കയറിയിരുന്നോളി. ആ റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നവർ, വെളിയിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് സദസ്സിൽ വന്നിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട് 4 മാസങ്ങൾ 12 മാസങ്ങളിൽ നിന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ള മാസങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആ 4 മാസങ്ങളിൽ പെട്ടതാണ് പവിത്രമാക്കപ്പെട്ട റജബ് മാസം. മറ്റു 3 മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. അതോടൊപ്പം ഈ മാസം റജബ് മാസം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു. വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ മാസം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒരു വർഷത്തെ ക്രമീകരിച്ചിരിക്കുന്നത് 12 മാസങ്ങളിലൂടെയാണ്. ആ 12 മാസങ്ങളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ടതായ 4 മാസങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നൽകി. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും പരിശുദ്ധമാക്കപ്പെട്ട റജബുമാണ്. വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.
ഈ മാസങ്ങളിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ബറക്കത്ത് മുറ്റിയതായ മാസമാണ്. അതുകൊണ്ടാണ് كان النبي صلى الله عليه وسلم إذا دخل رجب يقول اللهم بارك لنا في رجب وشعبان وبلغنا رمضان. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പവിത്രമാക്കപ്പെട്ട റമളാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ നാഥാ. ഇത് റസൂലുള്ളാഹിന്റെ ദുആ ആയിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. റജബ് വന്നാൽ പിന്നെ നബി തങ്ങൾ ബറക്കത്തിനെ ചോദിക്കാൻ തുടങ്ങാം. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചൊരിയണേ നാഥാ. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ മാസത്തിൽ മുഴുവനും നല്ലതുപോലെ ബറക്കത്തുണ്ട് എന്നർത്ഥം. ഇത് റജബ് മുതൽക്ക് തുടങ്ങാൻ. ശഅബാൻ വന്നാലും ഇങ്ങനെ തന്നെ ദുആ ഇരക്കണം. എങ്ങനെ തന്നെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ. റജബ് കട്ട് ചെയ്തിട്ട് ദ്വാരുന്ന പോലെ ഇങ്ങനെ ദ്വാര ചെയ്യുന്നവരുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാക്കപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മഅ്സൂറായ പ്രാർത്ഥനകൾ, അല്ലാഹുവും അവന്റെ റസൂലും കൊണ്ടുവന്നിട്ടുള്ളതാകുന്ന പ്രാർത്ഥനകൾ, ഖുർആനിലെ ദുആകൾ, പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, അത് അതേ നിലയ്ക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് വേണ്ടത്. മാറ്റാൻ പാടില്ല. എന്തുകൊണ്ട്? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശഅബാൻ ആയതിനാൽ പോലും റജബ് എന്ന വാക്ക് കട്ട് ചെയ്യണ്ട. റജബ് കഴിഞ്ഞില്ലേ? അതിന് ബറക്കത്താണ് ഇവിടെ ചോദിക്കുന്നത്. ബറക്കത്തിന്റെ അർത്ഥം നീ മനസ്സിലാക്കണം. നീ മനസ്സിലാക്കിയതുപോലെയല്ല ബറക്കത്തിന്റെ മാനി എന്ന് പറയുന്നത്. വൽ മആനിൽ ബറക ശത്ത എന്നാണ്. ബറക്കത്ത് എന്നതിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. ഓരോന്നിലേക്കും ചേർത്ത് നോക്കിയിട്ട് ഖുർആനിൽ പറഞ്ഞ ബറക്കത്തിന്റെ അർത്ഥം വേറൊരു മാനി വരും. ഹദീസിൽ റസൂൽ എന്ന് പറഞ്ഞതാകുന്ന വചനങ്ങൾക്ക് ചേർക്കുമ്പോൾ ബറക്കത്തിന് മറ്റൊരർത്ഥം വരും. വിശാലമായ അർത്ഥത്തെ കുറിക്കുന്നതാണ് ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാകുന്ന അനുഗ്രഹങ്ങൾ, അധികരിച്ച അനുഗ്രഹങ്ങൾ കിട്ടുക എന്ന് മാത്രമല്ല, ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക, നിത്യമാകുക എന്നുകൂടി ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അർത്ഥം എങ്ങനെയായി? എന്നോടർത്ഥം വെച്ച് നമ്മൾ ശ്രദ്ധിക്കും. റജബിൽ ഒരു വ്യക്തി ദ്വാരക്കണത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബിൽ ഞങ്ങൾക്ക് നൽകിയതായ ബറക്കത്തിനെ നീ നിലനിർത്തണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. റജബിൽ അല്ലാഹു നൽകിയ ബറക്കത്ത്, അന്ന് നിനക്ക് നല്ലൊരു വീട് അല്ലാഹു നൽകി, ഉദാഹരണം, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു വാഹനം നൽകി, അല്ലെങ്കിൽ നിനക്കൊരു ആത്മീയമാകുന്ന ഒരു അനുഭൂതി കിട്ടി, ഒരു ആസ്വാദനം കിട്ടി, കുടുംബജീവിതത്തിൽ ഒരു ഖൈറ് കിട്ടി, നിനക്കൊരു സാലിഹായ മകനെ അല്ലാഹു നൽകി. റജബിലാണ് കിട്ടിയത്. അത് ശഅബാനാകുമ്പോൾ വേണ്ടാതല്ല. അത് ശഅബാനാകുമ്പോഴും റബ്ബേ, റജബിൽ നീ നൽകിയതാകുന്ന ആ ബറക്കത്ത്
ഇതാർക്കും നിഷേധിക്കാൻ പറ്റൂല. ഒരു ബിദ്അത്തിന്റെ അഹ്ലുകാരും ആരും ഈ വിഷയത്തിൽ ഖണ്ഡിക്കാൻ വരൂല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്ത് ചോദിച്ചില്ല എന്ന് ആരും പറയൂല. വ്യക്തമായ സഹീഹായ ഹദീസാൻ. റജബ് വരുമ്പോൾ നബി തങ്ങൾ ബറക്കത്തിനെ ചോദിച്ചിരുന്നു എന്നുള്ളത്. ആർക്കും അതിനെ ഖണ്ഡിക്കാൻ പറ്റൂല. എങ്കിൽ എന്താണ് ബറക്കത്ത്? ഖുർആനിലേക്കൊന്ന് നോക്കി. ബറക്കത്താണ് മൊത്തവും കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അവന്റെ സ്വന്തം ദാത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതും ബറക്കത്തുടയവനാണ് എന്നാണ്. بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് മറിച്ചു നോക്ക് സഹോദരാ, ചെറുപ്പക്കാരാ. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ബറക്കത്തിനെ പറ്റി പരാമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം ദാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അല്ലാഹു പറഞ്ഞത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്ന എത്ര അനുഗ്രഹീതനാണ്, എത്ര പരമോന്നതനാണ്. അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണവൻ. റബ്ബിനെ കുറിച്ച് തന്നെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തും. തബാറക, ബറക്കത്തുടയവനാണവൻ. ആരാണിത്? അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മുകളെ കുറിച്ച് 99 നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു. സൂറത്തുർ റഹ്മാനിന്റെ അവസാന ഭാഗം ഖുർആനാണ്. വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി മുഴക്കാനോ ഒരു ഏഷണി പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല. ഇവിടെ SKSFന്റെ മക്കള് ഈ സദസ്സ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ്, ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. تبارك اسم ربك ذي الجلال والإكرام. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ സ്വഹാബ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സ്വഹാബ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങൾ മനഃപാഠമാക്കിയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ ഫദ്ഉഹു ബിഹാ. ആ 99 നാമങ്ങൾ മനഃപാഠമാക്കി വെച്ച് അല്ലാഹുവിനെ വിളിക്കണേ, വിളിക്കണേ. ഈ ബറക്കത്താക്കപ്പെട്ട നാമമാണെന്ന് നീ മനസ്സിലാക്കണേ. ഉന്നതനും മഹോന്നതനുമാകുന്ന റബ്ബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ്, എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ബറക്കത്തുള്ള നാമമാണ് ഈ നാമങ്ങൾ. തബാറക ഇസ്മു റബ്ബിക. നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ്, ബറക്കത്തുള്ള നാമമാണ്. ഖുർആൻ തന്നെ പറയാം. ബറക്കത്താണ് നമ്മുടെ വിഷയം. ഈ 99 നാമങ്ങളും ബറക്കത്താണ്. അപ്പൊ അല്ലാഹു ബറക്കത്തുള്ള വ്യക്തിയാണ്, അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ദുആ ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഈസാ നബിയേ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം വ്യാപിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം വ്യാപിച്ചു, എല്ലാവർക്കും പൊടുന്നനെ പിടികൂടുകയാണ്. എന്ത് ചെയ്യണം? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മൾ ഇത് മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ്. ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ്. ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ. അതാണ് ദീനിന്റെ ബേസിക്. അല്ലാഹ് ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം.
നിന്ദിച്ച എല്ലാവരെയും നിന്ദിക്കണം. ബഹുമാനിച്ച വസ്തുക്കളെയും ആദരിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, അസ്ഹാബുൽ ബദരീങ്ങളെ, ഇമാമിങ്ങളെ, അഇമ്മത്തുകളെ, ഉലമാഇനെ, മുതിർന്നവരെ എല്ലാവരെയും ബഹുമാനിക്കണം. ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ? ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങളിൽ 70,000 വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് ഓടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ എന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ്, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, ഇവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കണേ അല്ലാഹ്. സയ്യിദുനാ ഈസ ദുആ ചെയ്ത് തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ്, രോഗങ്ങൾ പരിപൂർണമായി ശിഫയായി എന്നാണ്. പരിപൂർണമായി ശിഫയായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ്? യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ നാമം 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ്. ഇനി വിളിച്ച വ്യക്തിയോ? ഈ വിളിച്ച ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. ഇതൊരു സാധാരണ വ്യക്തിയല്ല, മുബാറക്കൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. അത് വെറുതെ പറയല്ല. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ. بسم الله الرحمن الرحيم. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച 4 കുട്ടികളിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസ. തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ എത്ര പേര്? 4. അതിലെ ഒരാളാണ് സയ്യിദുനാ ഈസ. അദ്ദേഹത്തോട് ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ, കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു. സൂറത്തു മറിയം. ഖുർആൻ നോക്കണതൊക്കെ, ഖുർആൻ വല്ലപ്പോഴും ഓതിയല്ലേ മനസ്സിലാക്കൂ. ഖുർആനിൽ അല്ലാഹ് പറയാണ് എന്ത്? ഖാല ഇന്നി അബ്ദുല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കടന്നുകൊണ്ട് പറഞ്ഞവത്രേ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്കിതാ റബ്ബ് അടുത്തിടെ തന്നെ കിതാബ് നൽകുകയാണ്. വജഅലനി നബിയ, എന്നെ അവനെ പ്രവാചകനുമാക്കി നിയോഗിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വജഅലനി മുബാറകാ وجعلني مباركا أينما كنت, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താണ്. ഞാൻ തൊട്ടാൽ ബറക്കത്താണ്, ഞാൻ പിടിച്ചാൽ ബറക്കത്താണ്. വഉബരിഉൽ അക്മഹ വല്ലബറസ ബിഇذനില്ലാഹ്. കുഷ്ഠരോഗമുള്ളവരെ, പാണ്ട് ബാധിച്ചവരെ അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി ഞാൻ ശിഫപ്പെടുത്തുമായിരുന്നു എന്ന് ഈസാ നബിയുടെ കഴിവിനെ പറ്റി വിശുദ്ധമായ ഖുർആൻ. വൗഹിൽ മൗതാ ബിഇذനില്ലാഹ്.
ബറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. റജബിലെ ശഅബാനിൽ ബറക്കത്ത് കിട്ടി കിട്ടി ഉടം വരെ എത്തി. കുഷ്ഠരോഗം പാണ്ഡുരോഗം ഉള്ളവനൊക്കെ തൊട്ടാൽ മതി, യാ അല്ലാഹ് ശിഫയാകുക. ആ ചരിത്രം നേരത്തെ പറഞ്ഞത് 70,000 ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരൊറ്റ ദുആ, ബറക്കത്താക്കപ്പെട്ടതായ വ്യക്തി ബറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ 70,000-ഓളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി. അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും, അദ്ദേഹം സ്പർശിക്കുമ്പോ പാണ്ഡുരോഗം ശിഫപ്പെടും. സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളൊക്കെ ശിഫ. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട്, നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളാണ് ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ഷഹീദായ വ്യക്തി. അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത്? സൂറത്ത് യാസീനിൽ. ഓതുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബറക്കത്താക്കപ്പെട്ട ആളുകൾ ആ ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ചെന്ന് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യന്റേതാകുന്ന മകൻ, 24 വയസ്സുള്ളതാകുന്ന മകൻ, അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരെ ഇങ്ങനെ ഒന്ന് തടവിയപ്പോ ജനിച്ചിട്ട് ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാത്ത കൈകാലുകൾ ചലനമറ്റ് കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേറ്റിരുന്നിട്ട് വാപ്പാ ഉമ്മ എന്ന് വിളിച്ചു എന്ന ചരിത്രം. നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി ചരിത്രമാണ്. അവരൊറ്റ കാരണം കൊണ്ടാണ് വാപ്പയായ ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യനെ ഇസ്ലാം മതം പുൽകിയത്. അവരെ കൊണ്ട് വിശ്വസിച്ചത് ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റൂസ് റളിയല്ലാഹു അൻഹുവും മത്താ റളിയല്ലാഹു അൻഹുവിന്റെയും കറാമത്ത് വെളിവായി. അവര് തടവിയപ്പോ ശിഫപ്പെട്ടു. അംഗവൈകല്യം ഉണ്ടായിരുന്നു, മാറി, എഴുന്നേറ്റിക്കാൻ തുടങ്ങി. അതാണ് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും. അപ്പൊ ഈസാ നബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു. അവര് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. വലിയ ചരിത്ര, നല്ല രസകരമായ ചരിത്രമാണ്. ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ആവർത്തനം ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട്, അതുകൊണ്ടാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം. യാസീൻ പറഞ്ഞ ചരിത്രം നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ചരിത്രങ്ങളാണ്. നമ്മളിപ്പോ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാം. റമദാനിന്റെ മുമ്പായിട്ട് വാളുകൾ കേൾക്കുക, ദീൻ പഠിക്കുക, ഖുർആനും ഹദീസ് ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഹൃദയം ഇങ്ങനെ തെളിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും, മനസ്സ് ശുദ്ധീകരിക്കപ്പെടും, ദീനിലേക്ക് അടുക്കും. ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറയാ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ബറക്കത്താൻ, എവിടെയായിരുന്നാലും ബറക്കത്ത്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി, എഴുന്നേക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഉടുപ്പ് തന്നെ അവർ എഴുന്നേക്കും. ഖുർആനാണിത്. വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവ് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തായ മനുഷ്യൻ, ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും. ജീവനില്ലാത്ത ആൾ, മരിച്ചു കിടക്കുന്ന ആളുകൾ, അങ്ങനെ ജീവൻ കൊടുത്തു. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആനിലുള്ള സംഭവങ്ങളാണ്, മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോ കൂരാകൂരിട്ടാണ്, വെളിച്ചമില്ല, വെളിച്ചമില്ല. ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഇശാ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ദീനിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട്, നല്ല ഇരുട്ടായി. വീട്ടിൽ പോണം, നല്ല കൂരാകൂരിട്ട്. ഉമൈർ വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. മജ്ലിസുന്നൂറിന്റെ ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങൾ ആരാണ് മനസ്സിലാക്കിക്കോ. ഒരു ചരിത്രം കേട്ടോ. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉടനെ വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്നാണ്. നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിച്ചു.
ആ പ്രകാശത്താൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്നു നീങ്ങി. വീടെത്തി. ഇത് കൂട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. എല്ലാവരും വലിയ ശബ്ദമുയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ സാധിക്കുന്നു? ഇതെങ്ങനെ സാധിച്ചു? എങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്? കൈ ട്യൂബിലേറ്റ് പോലെ വല്ലാത്തൊരു സംഭവം. വല്ല ഇനി മന്ത്രമല്ല ആണോ, മായാജാലമാണോ? ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല അൻഹു സത്യം വെളിപ്പെടുത്തുകയാണ്. മാ മസിസ്തു ബിയമീനി ദകരി منذ أني بايعت النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈയിലേക്ക് എൻ്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ. നബിയെ, തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. അശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എൻ്റെ അവയവങ്ങളെ കൊണ്ടുപോകുകയില്ല റസൂലേ. പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂലുള്ളാഹിക്ക് വാഗ്ദാനം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തതിന് ശേഷം ശറഫാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട, ബറക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് എൻ്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. കാരണം അതൊരു ബറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എൻ്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല. അത് കാരണമായിട്ടാണ് എൻ്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്, ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകന്റെ കരം സ്പർശിച്ചതായ കാരണത്താലാണ്. ആരായി ആദരവായ റസൂൽ? ബറക്കത്തുള്ള മനുഷ്യനാണ്. മനസ്സിലാക്കണം. നമ്മൾ ഈ മഹാന്മാരുടെ, വലിയ ആലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ പോയി പിടിക്കുന്നതിന് അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. അല്ലാതെ മാറിയത് നീ തൊടാൻ അർഹനല്ല, അതാ മനസ്സിലായിക്കോളൂ. ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്ത വലിയ മാറി. ഇപ്പൊ കൊറോണ ഒക്കെ ആയിട്ട് സൂക്ഷ്മത വെക്കുന്നത് അത് വെക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐത്തം കാണിച്ച് നിൽക്കണ്ട. അതിനൊക്കെ ചില ആളുകൾ, ഇപ്പോഴത്തെ ചെറുപ്പക്കാര്, യുവാക്കൾ, അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോലെ വലിയ ആലിമ്യങ്ങളെ കാണുമ്പോൾ സമുന്നതരായപ്പെട്ട കൈ പിടിച്ച് മുത്തുന്നു. ബറക്കത്തെടുക്കാണത്, ബറക്കത്തെടുക്കാണ്. ഇതിനൊരു അസിലുണ്ട്. റസൂലുള്ളാഹിയെ തൊട്ട കയ്യ, അതിനുശേഷം വന്നതാകുന്ന സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാ. അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വമാണ്. മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര ബറക്കത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മസമരങ്ങൾ, ദീനിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു. ഹദീസ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയല്ല, ആയത്തും ഹദീസും തെളിവുണ്ട്. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ സയഅതി സമാനുൻ അലാ ഉമ്മതി യഗ്സൂ ഫിആമുൻ മിനൻ നാസ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുമത്രേ, ഫീകും മൻ റആ റസൂലല്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന മുഅ്മിനീങ്ങൾ വിളിച്ചു പറയും, നഅം, ഉണ്ട് സ്വഹാബ, ഉണ്ട് സ്വഹാബ, ഉണ്ട് എന്ന് ജനങ്ങൾ വിളിച്ചു പറയും. ഫയുഫ്തഹു ലഹും, അത് കാരണമായി, ആ സ്വഹാബത്തിന്റെ ബറക്കത്ത് കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ثم يغضو فئام من الناس. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വീണ്ടും ഒരു കാലഘട്ടം വരും, മുസ്ലിമീങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുകയാണ്, അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്.
അള്ളാന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ താബിഈങ്ങളുണ്ടോ എന്ന് ചോദിക്കപ്പെടുകയാണ്. ഫയഖൂലൂൻ പറയപ്പെടുകയാണ് നഅം ഉണ്ട് എന്ന് പറയപ്പെടുമ്പോ ഫയുഫ്തഹു ലഹും അവർക്കും വിജയമുണ്ടാവുകയാ. ആ സ്വഹാബത്തിനെ കണ്ടതായ അവരോട് സഹവസിച്ചതായ ബറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ثم يغزو فئام من الناس പിന്നീട് യുദ്ധം നടക്കുമോ സഹാബ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫയുഖാലു ലഹും അവരോട് ചോദിക്കപ്പെടും. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ് നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സഹവസിച്ചവരുണ്ടോ അഥവാ താബിഈങ്ങളുണ്ടോ സ്വഹാബത്തിന് ശേഷം വന്ന താബിഈകൾക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ ഫയഖൂലൂൻ അവർ വിളിച്ചു പറയുകയാണ് ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതായ ആളുകളെ സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമ്പോ ഫയുഫ്തഹു ലഹും അവർക്കും ആ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും, അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് യുദ്ധം വിജയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സ്വഹാബത്തിനെ കണ്ടവരല്ല, ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും. ഇങ്ങനെ 3 തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമരങ്ങളിൽ വിജയം മുഴക്കും. എന്ത് കാരണമായി? ബറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രവാചകന്മാരെല്ലാം ബറക്കത്തുള്ളവരാണ്, സംശയിക്കേണ്ട കാര്യമില്ല. പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാബത്തിന്റെ കാര്യമായി പറഞ്ഞത്, ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത്, ബദറിൽപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യമായി ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതിനുശേഷം വന്ന താബിഈങ്ങളുടെ കാര്യമായി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവരൊക്കെ ദുആ ചെയ്ത് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോൾ അവിടെ ബറക്കത്ത് ഉണ്ടാകണമെന്ന് ദുആ ഇറക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. وقل رب أنزلني منزلا مباركا وأنت خير المنزلين ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹ് ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ, ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ ഇറക്ക്. ഞങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ? ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം? ബറക്കത്തുള്ളതാക്കണം. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ ബറക്കത്തുണ്ടാവണം. അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ ദുആ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ദുആ ചെയ്യണം, ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ഓതണം. ഒന്ന്, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ബറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ. അതിന് ഒന്നാമത്തെ ഘടകമാണ് ബറക്കത്താക്കപ്പെട്ട ഖുർആൻ നമ്മുടെ വീട്ടിൽ ഓതണം. അതിന് ഖുർആൻ ബറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ തന്നെ ഉണ്ട്. അടുത്ത وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. മുബാറകുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്, മഹത്തരമായ ഗ്രന്ഥമാണ്, ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ്. ഫത്തബിഊ,
നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ തഖ്വ വെച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും അല്ലാഹു കരുണ ചൊരിയും. അങ്ങനെയാണ് ഖുർആനിൽ ലഅല്ല എന്ന പദപ്രയോഗം വന്നാൽ അവിടെ തറച്ചിക്ക് വേണ്ടിയല്ല, പ്രതീക്ഷ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം, അങ്ങനെയല്ല അർത്ഥം പറ്റുന്നത്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുന്നു, നിദാന ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു, തീർച്ചയായും കാരുണ്യം അല്ലാഹു നൽകും. അങ്ങനെയാണ് അർത്ഥം. അങ്ങനെയാണല്ലോ. ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചൊരിയും. ഉറപ്പാണ്, ഉറപ്പായിട്ടും അത് കിട്ടുമെന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിനെ പറ്റി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു തന്നെ പറയുന്നത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ബറക്കത്തുള്ള ആളാണ്. അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് ബറക്കത്തുള്ള നാമങ്ങളാണ്. അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ ബറക്കത്തുള്ളവരാണ്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് ദുആ ചെയ്തു, ബറക്കത്തുണ്ടാകണേ എന്ന് ദുആ ചെയ്തു. ഞങ്ങളെ എവിടെ ഇറക്കിയാലും അവിടെ ബറക്കത്ത് വേണമെന്ന് ദുആ ചെയ്തു. അങ്ങനെ ബറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഈ ഖുർആൻ അങ്ങ് ഓതിയാ മതി, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണേ, വസിയത്ത് നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലുടെ പറയുകയാണ്, അലൈക അലൈക ബിതഖ്വല്ലാഹി ഫഇന്നഹാ റഉസു അംരിക. അല്ലാഹുവിനെ സൂക്ഷ്മത വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ, തഖ്വ വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. എല്ലാ കാര്യങ്ങൾക്കും അപ്പോസ്തലനതാണ്, എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ്. എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായ നന്മയിലേക്ക് മുന്നേറണേ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. ബഹുമാനപ്പെട്ടവരോട് തഖ്വയുടെ റസൂലുള്ള വസിയത്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു കൂടി പറയണേ, കുറച്ചുകൂടി വസിയത്ത് നൽകണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ. ഫഇന്നഹാ നൂറുൻ ലക ഫിസ് സമാവാത് വനൂറുൻ ലക ഫിൽ അർദ്, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം, പ്രകാശത്തിൻ്റെതാകുന്ന പ്രോജ്വലപ്രഭ കൊണ്ട് അല്ലാഹു നിന്നെ മൂടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിനക്ക് ആകാശങ്ങളിലും പ്രകാശം ഭൂമിയിലും പ്രകാശം കിട്ടും. എന്തുകൊണ്ട്? ഖുർആൻ ശരിക്ക് ഓതൽ കൊണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നു. എല്ലാ ദിവസവും. ഒരു ജുസു അല്ല, നമ്മൾ ഓതുന്ന പോലെ ഒരു യാസീന്റെ കുറച്ച് ഭാഗമല്ല. നമ്മൾ വലിയ സംഭവമായിട്ട് യാസീൻ ഇതാവാക്കത്തി അറാമന അത് തന്നെ ഓതി ദിവസവും ഒരു ഖത്മ തീർക്കും. ഒരു ഖത്മ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതും. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ഇമാമുന ശാഫിഈ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ.
ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ആണ്ടായിരുന്നു റജബ് 6 കഴിഞ്ഞുപോയി. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. ഈ സദസ്സിൽ അവരെ കൂടി പറയൽ അവരുടെ പൊരുത്തം ലഭിക്കാൻ നിദാനമാവും. എല്ലാ ദിവസവും 2 ഖത്തം ഓതി തീർക്കുമായിരുന്നു. ദിവസം എത്ര ഖത്തം? 2 ഖത്തം. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവും. അവരുടെ മൗലിദ് ഞാൻ പാരായണം ചെയ്തപ്പോ അജ്മീർ ഖാജിയെ കുറിച്ച് മൗലിദ് രചിച്ചിട്ടുണ്ട് ശംസുൽ ഉലമ. അള്ളാഹുരുടെ ദറജ ഉയർത്തും. അതൊക്കെ ഒന്ന് ഓതണ്ടയാണ് നമ്മുടെ മക്കൾ. അപ്പോഴാണ് അവരുടെ പൊരുത്തം ലഭിക്കുന്നത്. റജബ് 6 മാഷാ അല്ലാഹ് ആ മൗലിദ് കണ്ടെത്തി അത് ഓതാൻ സാധിച്ചു. ഞാനും എന്റെ പ്രിയപ്പെട്ട പിതാവ് സമസ്തയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട പിതാവ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവും. ആഫിയത്ത് അള്ളാഹുവിടെ അനുഗ്രഹിക്കണം. പ്രായമേറിയിട്ടുണ്ട്. അള്ളാഹുർക്ക് ആഫിയത്തോട് അനുഗ്രഹിക്കണം. ഞാനും അവരും കൂടെ അതിൽ ഓതി ഭയങ്കര സന്തോഷം തോന്നി. ആ മൗലിദ് വളരെ റാഹത്ത്, നല്ല ഫസാഹത്തും ബലാഗത്തുമുള്ള നല്ല ഒരു മൗലിദ്. ആ മൗലിദ് പാരായണം ചെയ്യും. അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ സുവിസ്തരമായി വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പലർക്കും അറിയില്ല മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. 15ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ടു. പിതാവ് വഫാത്തായി പോയി. പിതാവിന്റെ അടുക്കലാണ് കുട്ടിത്ത കാലഘട്ടത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ മതപഠനങ്ങളൊക്കെ പഠിച്ച് വളർന്നത്. വാപ്പ ഒരു ചെറിയ ഒരു ബുസ്താൻ, ഒരു തോട്ടം, അതാണ് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിട്ട് പോയിട്ടുള്ളത്. വാപ്പാടെ കയ്യിൽ നിന്ന് ആകെ കിട്ടിയത് അതാണ് അനന്തര സ്വത്തായി. അങ്ങനെ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കൽ ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, അക്കാലഘട്ടത്തിലെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി ആ നാട്ടിലേക്ക് വന്നു. മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു 15 വയസ്സുള്ളൂ. ബഹുമാനപ്പെട്ടവർ കൂടയിൽ നിന്ന് ഒരു ചെറിയ ഒരു ഈത്തപ്പഴവുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അത് സൽക്കരിച്ചു. അദ്ദേഹം ആ ഈത്തപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷം പോകാൻ നേരമായപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈവശത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടി എടുത്ത് വായിലിട്ട് ചവച്ചരച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൊടുത്തു. ആർക്ക്? മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. അജ്മീറൊന്നും അല്ല, ബഹുമാനപ്പെട്ടവർക്ക് നൽകി. സുബ്ഹാനല്ലാഹ്, അതെടുത്ത് വായിലിട്ട് ചവച്ചു. ബഹുമാനപ്പെട്ടവരതിറക്കി. ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് എഴുതുന്നു, ഫതറഖു ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഈ ഒരൊറ്റ കഴിക്കലോടുകൂടി. അവരെഴുതിയ പിന്നെ നമുക്ക് അതിനകത്ത് ശക്കില്ല. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. കാരണം അവർ വിലായത്തിന്റെ മർത്തബ എത്തിച്ചു എന്നുള്ളതിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക്, കിഴക്കന്മാരുടെ കാര്യം പോട്ടെ, അവർക്ക് ഒരു വിശ്വാസവും അവരെ കുറിച്ച്, മഹാന്മാരായ ആളുകളെ കുറിച്ച് നമുക്ക് ആരായിരുന്നാലും ശരി അവർക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവൻ എഴുതുന്നു, ഫതറഖ ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എല്ലാ ദുനിയാവിന്റെ എല്ലാ ലഹരിയും അതിനോടുള്ള താല്പര്യമൊക്കെ പോയി നടത്താം. അതിനോടുള്ള ലദ്ദത്ത്, ദുനിയാവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം, അതെല്ലാം പോയി. ഇവരൊറ്റ കഴിക്കലോടി. അതാ മഹാന്മാരുടെ വായിൽ ഉമിനീര് കലർന്നതായ ഭക്ഷണം ഇങ്ങോട്ട് നമ്മുടെ നാവിലേക്ക് ചേർന്നപ്പോ അതുകൊണ്ട് വായിലോട്ട് ഇറക്കി. ആണ് ബറക്കത്ത്. നിസ്സാരമല്ല, ബറക്കത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് കിട്ടി. മാഷാ അല്ലാഹ്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു. ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു നാട് വിട്ട് നീങ്ങി. ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കാൻ വേണ്ടി നേരെ പോയി ഖുറാസാനിലേക്ക് പോയി. അവിടെ പോയി ഫഹഫിളൽ ഖുർആന, ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കി. അവിടുന്ന് പിന്നീട് ബഹുമാനപ്പെട്ടവർ അടുത്ത യാത്ര, ആ യാത്രയിൽ ചെല്ലുന്നത് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ബഹുമാനപ്പെട്ടവരടുക്കൽ നിന്നിട്ട് ഖുർആനും തഫ്സീറും ഹദീസും എല്ലാ ദീനിന്റെ ശാഖോപശാഖകളിൽ മുങ്ങിക്കുളിച്ചു. എല്ലാം നല്ലതുപോലെ പഠിച്ചു, ഫിഖ് എല്ലാം പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഇൽമു മുഴുവനും കരഗതമാണ്. അവിടെ നിന്നതിന് ശേഷം ദീനെല്ലാം പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഔലിയാക്കളുടെ മഖബറുകൾ പോയി സിയാറത്ത് ചെയ്തു. മഹാന്മാര് ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരെയും പോയി കാണലായിരുന്നു പിന്നീട് അടുത്ത ലക്ഷ്യം. അങ്ങനെ എല്ലായിടത്തും പോകാൻ തുടങ്ങി. അതെല്ലാം ഏകദേശം ഒതുങ്ങി തീർന്നപ്പോ മനസ്സിലാക്കണം, സിയാറത്തിന്റെ ഒക്കെ പുണ്യം
നമ്മളൊക്കെ സിയാറത്ത് പോകുന്നത് ഏത് കോലത്തിലാണ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും പോയി മഹാന്മാർ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമാകുന്ന മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്യും. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഇലാ മദീനത്തി ഹാറൂൻ പട്ടണത്തിലേക്ക് പോയി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ മുരീദായി അവിടെ നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട അഥവാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ മുരീദന്മാരിൽപ്പെട്ട ഡൽഹിയിൽ അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അടുക്കൽ 70 വർഷത്തോളം 20 വർഷത്തോളം ജീവിച്ചു. 20 വർഷത്തോളം ഉസ്താദിന്റെ അടുക്കൽ ജീവിച്ചു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ 70 വർഷത്തോളം പകൽ നോമ്പും രാത്രിയിൽ നിസ്കാരവുമായിരുന്നു. ശിഷ്യന്മാര് പറയാം സ്വന്തം ഉസ്താദിനെ കുറിച്ച്, പകൽ നോമ്പ്, രാത്രി എല്ലാ ദിവസവും നമസ്കാരം, ഉറക്കമില്ല. ഒന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. ഖുർആൻ 2 വട്ടമേ ഖത്തം തീർക്കും. യാസീൻ ബൈനഹി തുർജമ എന്ന് പറഞ്ഞ യാസീൻ നമ്മൾ പോകുന്ന പോലെ അല്ല, അത് തന്നെ എനിക്ക് പോകുന്നില്ല. ഖുൽഹു അല്ലാഹു അത് 3 വട്ടം ഓതിയിട്ട് അതെ എന്റെ വക ഒരു ഖത്മ് കേട്ടോ വല്യാപ്പാക്ക് എന്ന് പറയുന്ന പരിപാടിയല്ലേ ഇത്. തുടക്കം മുതൽ ഫാത്തിഹ മുതൽ അവസാനം നാസ് വരെ ഓതുകയാണ്. 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. പിന്നെ എങ്ങനെ അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താതിരിക്കണം? ചിന്തിക്കണം. അവരെയൊക്കെ തൊട്ട് കളിച്ച പൊള്ളും. അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ. ഖുർആൻ ഓതാണ് കറാത്ത് മറാത്ത്. ദിവസം 2 ഖത്തം വെച്ചാകുമ്പോഴത്തേക്കും 100 വയസ്സിന് മുകളിൽ ജീവിച്ചവർ എത്ര ഖത്തം തീർത്തിട്ടുണ്ടാവും? ചിന്തിക്കും. ദിവസം 2 ഖത്തം, വർഷത്തിലല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ കൊല്ലത്തിലൊരു ഖത്തം തീർത്ത് അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമ്മളിലും ഈ സദസ്സിലും SKSF-ന്റെ മക്കൾ സംഘടിപ്പിച്ച ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ തലമുറകൾ അവരുടെ ചരിത്രമൊന്നും സ്മരിക്കുന്നില്ല, അറിയുന്നില്ല. ആണ്ട് നിറച്ച് കഴിക്കുമ്പോൾ പോയിരുന്ന് പൊറോട്ടായും ബീഫും അടിച്ചിട്ട് പോകുന്നതല്ലാതെ ആരാണ് ഇവർ, എന്താണ് ഇവർ, ഒന്നും മനസ്സിലാക്കുന്നില്ല. പോകും അറിയുന്നില്ല. ജീവിതത്തിൽ പഠിക്കണ്ടേ, ഇവരാരാണെന്ന് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ അവരുടെ പാദങ്ങൾ നമ്മൾ പോയി ചുംബിക്കുള്ളൂ, അവരാരാണെന്ന് മനസ്സിലാക്കുള്ളൂ. അവരെ കയ്യിലും. അതുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയിലെ അധികാരം ബഹുമാനപ്പെട്ടവരുടെ കൈകളിലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബക്കറ്റ് വീര് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് സഹകരിക്കും. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. ആമീൻ പറയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആമീൻ പോലും ഇല്ല നമുക്ക്. നമ്മുടെ അവസ്ഥ. ഖത്തവും ഇല്ല, യാസീനും ഇല്ല, ഉലഹില്ല, ഉലഹറും ബിന്നാസും ഇല്ല, ഒരു ആമീൻ പോലും ഇല്ല. ഇനി എന്തെങ്കിലും നമുക്ക് വരണമെങ്കിൽ, വാ തുറക്കണമെങ്കിൽ ഈത്തപ്പഴം മുങ്ങി വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം. എന്നാ നല്ലതുപോലെ വാ തുറക്കണം. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ വാ തുറക്കൂ. അങ്ങനെ ആയിപ്പോയി നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ആഖിറത്തിലേക്ക് ഉപയുക്തമായ അമാലുകൾ ചേർത്ത് നീ സ്വീകരിക്കണേ നാഥാ. മഹാനായ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ പൊരുത്തമുള്ള മക്കളായി നീ കബൂലാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നസീബാക്കണേ റബ്ബേ. നിന്റെ ത്വാഅത്തിനായി നസീബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട്, മഹാമാരിയെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഈ സദസ്സിലേക്ക് വന്നവരാണ്. ആ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. കുറച്ചേരം കൂടെ പറയാലോ അല്ലേ? ഇരിക്കോ എന്നുള്ളവരൊന്ന് കൈവക്കിക്കുക, നോക്കട്ടെ എത്ര പേര്. ആ കൊള്ളാം. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. സാധാരണ തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും കുറച്ചുപേരെ പോകുന്നത്. ഇതിപ്പോ ആരും പോകുന്നില്ല. അത് പറഞ്ഞിട്ടെങ്കിലും വന്ന ആൾക്കാർ പോകുന്നെന്ന് പറഞ്ഞിട്ട് നിർത്താന്ന് കരുതുമ്പോൾ ആരും പോകുന്നില്ല.
അള്ളാഹു നമുക്ക് നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. സദസല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ പറയുന്നത് വേറെ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നമുക്ക് സമയമില്ല. ദീൻ പറയാൻ തന്നെ സമയം നമുക്ക് പോരാ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ. ഇഷ്ടംപോലെ പറയാനും പഠിക്കാനും കിടക്കുക. അപ്പൊ അംബിയാ മുർസലീങ്ങളുടെ ജീവിതം മുഴുവനും ബറക്കത്താണ്, അവരുടെ കുടുംബവും ബറക്കത്താണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഈ ഖുർആൻ ഓതണം. അതാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ഓത്, എങ്കിൽ ആകാശം നിറയെ പ്രകാശം, ഭൂമി നിറയെ പ്രകാശം, എവിടെ പോയാലും നിനക്ക് പ്രകാശം. ഖുർആൻ. അതുകൊണ്ടാണ് ഖബറിനുള്ളിലേക്ക് പോകുമ്പോഴും ഖബറിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ എന്ന് ദുആരക്കും. അദ്ദേഹം ഓതിയ ഖുർആൻ ഉണ്ടെങ്കിലേ പ്രകാശിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും പ്രകാശം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഖബർ പ്രകാശിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആൻ നമ്മുടെ സാഹിബാകും, നമ്മുടെ കൂട്ടുകാരനാകും, നമ്മുടെ ശഫീആകും, നമുക്ക് ശുപാർശകനാകും. നിന്റെ ഖബറിലും മഹ്ശറിലും നിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ നിന്നോടൊപ്പം ഖുർആൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ ഉണ്ടോ സഹോദരങ്ങളെ? ഇരിക്കുന്ന ഓരോ പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും ചെറുപ്പക്കാരും മദ്രസയിൽ പഠിക്കുമ്പോൾ 5 ജുസുവിന്റെ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു, 10 ജുസുവിന്റെ ഖുർആൻ ഉണ്ടായിരുന്നു, 30 ജുസുവിന്റെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സദസ്സിൽ ഓരോരുത്തർക്കും ഇത് എന്റെ ഖുർആനാണെന്ന് പറയാൻ വീട്ടിൽ സ്വന്തമായി ഖുർആൻ ഉള്ളവർ എത്ര പേരാണ്? ചിന്തിക്കണം. നമ്മൾ സ്വന്തമായിട്ട് ബ്രഷ് ഉണ്ട്, സ്വന്തമായിട്ട് പേസ്റ്റ് ഉള്ളവർ, സ്വന്തമായിട്ട് വസ്ത്രമുള്ളവർ, തലയെക്കുട്ടുള്ളവർ, ഷാളുള്ളവർ, ഷർട്ടുള്ളവർ, ടീഷർട്ടുള്ളവർ, ചുരിദാറുള്ളവർ, മിഡിയും ടോപ്പുമുള്ളവർ, എല്ലാ വസ്ത്രവിധാനവും എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ളവർ, സ്വന്തമായിട്ട് കഴിക്കുന്നതാകുന്ന പ്ലേറ്റ് വരെയുള്ളവർ, സ്വന്തമായിട്ട് ഖുർആനില്ല. അവനവന് സ്വന്തം ഖുർആൻ വേണം. നമ്മളൊന്നും ഓതുന്നില്ല എന്നതിനർത്ഥം. സ്വന്തമായിട്ട് ഖുർആൻ. പണ്ട് മദ്രസ പഠിക്കുമ്പോഴത്തേക്കും മക്കൾ വഴക്കുണ്ടാക്കും. എന്തിന്? എനിക്ക് സ്വന്തമായിട്ട് ഖുർആൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവനവന്റെ സ്വന്തം ഖുർആൻ വേറെ ആൾ ചോദിക്കാനില്ല. സ്വന്തമായി ഒരു ഖുർആൻ. ആ ഖുർആനിന്റെ താളുകൾ ഇങ്ങനെ വിട്ടുവരുമ്പോഴത്തേക്ക് അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടോ? പഴയ ആളുകൾ സൂക്ഷിക്കാറുണ്ട്, പഴയ ഉപ്പമാരും സൂക്ഷിക്കാറുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്വന്തമായിട്ട് ഖുർആൻ വരണം, നമുക്ക് ഓതാനോ. ആ ഖുർആൻ നമുക്ക് നാളെ ശഫീആവും, ശുപാർശകനാവും. അത് ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാര വിഷയമല്ല. എല്ലാ സ്ഥലത്തും എന്റെ ഖബറിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയായ മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെതാകുന്ന കുതിര അതിന്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവേ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. തന്റെ കുതിര അതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ്, അതിശക്തമായി കരയുകയാണ്, അതിശക്തമായി അട്ടഹസിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചിൽ കാണുമ്പോ ഓതല് നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ്. വീണ്ടും ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. യാ ബനീ إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ വീണ്ടും നിലകൊള്ളുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ കുതിര അതിന്റെ ഉടക്കാലുകൾ ഇതാ ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ ഇതാ ശക്തമായി നിലത്തേക്ക് ഇടിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയുകയാണ്. വീണ്ടും ഖുർആൻ ഓതാൻ തുനിയുകയാണ്. പാതിരാത്രി സമയമാണ്. ലോകം മുഴുവനും
ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഉസൈദ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയണ്ടയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തഖ്വ വെച്ചിട്ടുള്ളതാകുന്ന സഹാബിയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു മയ്യത്ത് അടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു ജനാസ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരയുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരിതാ ഒരു മയ്യത്ത് കൊണ്ട് പൊന്നുമോനെ വാരി പുണരുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു വല്ലാത്തൊരു മേഘം കാണുകയാണ്. ഒരു വെളുവെളുത്തതാകുന്ന മേഘം കാണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ ഏതൊരു കുതിരയാണോ അതിശക്തമായി കാലുകൾ ഉയർത്തിയിട്ടുകൊണ്ട് അട്ടഹസിച്ചത്, ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ചത്, ആ കുതിരയുടെ ആലയുടെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ വീടിന്റെ മുകളിൽ ഇരുന്നാ വല്ലാത്ത പ്രകാശം കാണുകയാണ്. നേരം വെളുത്തു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സുബഹി നമസ്കരിച്ചിട്ട് കാര്യം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്തൊരു കാഴ്ചയാണ് നബി തങ്ങളെ ഇന്നലെ കണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ 3 പ്രാവശ്യം ഇതാ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അട്ടഹസിക്കുന്നത് കണ്ടു റസൂലേ. എന്റെ പൊന്നുമോനാകുന്ന യഹ്യയെ ഉപദ്രവിക്കുമെന്ന് ഭയന്നപ്പോഴാണ് ഞാൻ ഓതൽ നിർത്തിയത്. ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ്. വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപടലത്തിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഉസൈദ് തിൽക സകീന, അത് സമാധാനത്തിന്റെ ദൂതമായി, അത് ആശ്വാസത്തിന്റെ തെളിനീരുമായി നിന്റെ വീട്ടിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മേഘമാണ് ആ വെളുത്തതായി നീ കണ്ടത്. ഉസൈദേ, ഉസൈദേ, നേരം വെളുക്കുന്നത് വരെ നീ എങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ആ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതല് നിർത്താതെ നീ ഖുർആൻ ഓത്തിൽ തന്നെ മുഴുകിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്ന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണേ. ഖുർആൻ ഓതിയാൽ എല്ലാ വിപത്തുകളും നീങ്ങുകയാണ്. പ്രകാശം അല്ലാഹു ഇടുകയാണ്. മലക്കുകളുടെ ബറക്കത്ത് കൊണ്ട് വീട് മലക്കുകളുടെ കാരുണ്യം ഇങ്ങനെ വർഷിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദ്ർ നീ നിലകൊള്ളുന്നത്. ലൈലത്തുൽ ഖദ്റിൽ എന്തിനാ നീ പോയി പൊട്ടിക്കരയുന്നത്? എന്താണ്? സലാമുൻ ഹിയ ഹത്താ പ്രഭാതം വരെ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ കോടാന് പ്രത്യേകമായ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാം സലാം, നിനക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, നിനക്ക് ബറക്കത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുഅ്മിനിന്റെയും വീട്ടിൽ വന്നുകൊണ്ട് രക്ഷയുടെ കവചം തീർക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്റിന്റെ രാവിലൊന്നും അല്ല, അല്ലാത്ത രാവിൽ ബഹുമാനപ്പെട്ടവർ കണ്ടു എന്നാണ് മനസ്സിലാക്കണം. മലക്കുകൾ ബറക്കത്ത് ഇങ്ങനെ ചൊരിയ വീട്ടിലേക്ക്. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓതി 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 വരുമ്പോ ബറക്കത്താക്കപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ, ബറക്കത്താക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് മറാത്ത് ആവർത്തനത്തോടുകൂടി നീ ഇങ്ങനെ ഓതുമ്പോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. നിന്റെ വീട്ടിൽ, നിന്റെ കുടിലിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ സഹോദരനിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപക്കത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സമുദായത്തിൽ, നിന്റെ നാട്ടിൽ, എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് ഓതണം. ഖുർആൻ ഓതാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ ഓതണം. നമ്മൾ എല്ലാ ദിവസവും ഒരു ജുസു പാരായണം ചെയ്യാൻ കഴിയുന്നവർ ഓതണം. ഈ മാസങ്ങളെ തന്നെ അല്ലാഹു തർത്തീബ് ചെയ്തിരിക്കുന്നതല്ലേ. 30 ജുസു ആണ്. ഒരു ഖത്തം തീർക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസു എന്ന് പറഞ്ഞാൽ 10 പേജാണ്. വലത്തും ഇടത്തും 2 സൈഡിലുള്ള ഒരു പേജ് ഇങ്ങനെ എടുത്താൽ 10 പേജ് ഓതുമ്പോ ഒരു ജുസു.
എന്ത് റാഹത്താണ് പോയി തീർക്കാൻ പറ്റും. 2-3 മണിക്കൂറുള്ള സിനിമ ഒറ്റയിരിപ്പിന് നീ ഇരിക്കും. തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും. ബിഗ് ബോസ് 2 ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീ ചെലവഴിക്കും. ഇശാ കഴിഞ്ഞ മണി എത്തിക്കാപ്പ് വെച്ച് ഒറ്റയിരുത്താൻ രാത്രി 12 മണി വരെ അത് കണ്ടിട്ടേ നീ ഇരിക്കും എഴുന്നേൽക്കും. പിന്നെ അതുകൂടാതെ പിന്നെ മൊബൈൽ വരികയാണ്, കുറച്ചു നേരം അങ്ങനെ കാണും, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നിന്റെ അവസ്ഥ. അള്ളാഹു നിന്നെ കാക്കട്ടെ. അങ്ങനത്തെ നീ എന്തുകൊണ്ടൊരു 10 മിനിറ്റ് നീ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല? കൂടി വന്നാലും 20 മിനിറ്റ് വേണ്ട, ഒരു അരമണിക്കൂർ അത്രേ വരുള്ളൂ ഒരു ജുസ് ഓതാൻ. 24 മണിക്കൂർ അള്ളാഹു നിനക്ക് നൽകിയതിൽ ഒരു അരമണിക്കൂർ ചെലവഴിച്ചൂരെ? ഈ അവസാന കാലഘട്ടത്തിൽ കാലം വളരെ മുസീബത്തിലേക്ക് നീങ്ങാൻ, നാശത്തിലേക്ക് നീങ്ങാൻ, ഈ സമയത്ത് നീ ഖുർആൻ ഒന്ന് കയ്യിലെടുത്തൂടെ? ഖുർആൻ ഒന്ന് ഓതിക്കൂടെ? ലോകം മുഴുവനും ഫനായും ഫസാദിലും നിലകൊള്ളുമ്പോ നീ ദീനിലേക്ക് കൂടുതൽ അടുക്കൽ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരും സഹാബ, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംരി, അന്ന് ദീനിന്റെ മേൽ ക്ഷമിച്ച് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ തീക്കനൽ തീക്കട്ട കയ്യിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദീനിന്റെ മേൽ ക്ഷമിച്ച് നമസ്കാരങ്ങൾ 5 വഖത്ത് ചിട്ടവെച്ച് അതിന്റെ റവാത്തിബ് സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് സകാത്തുകളൊക്കെ കൊടുത്തു വീട്ടി അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ച് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൈപ്പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിലി അലൽ ജംറ, തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ്. വല്ലാത്തൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാവൂല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദീനനുസരിച്ചുകൊണ്ട് നിലകൊള്ളുക. അങ്ങനത്തെ ഒരു ഘട്ടം വരും എന്റെ ഉമ്മത്തിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഒരു ഘട്ടമല്ലേ ഇത്? ഈ സമയത്താണ് നീ നിസ്കാരം നിലനിർത്തേണ്ടത്. ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ, എല്ലാവരും ഉറങ്ങുമ്പോ നീ രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാകണം. നിന്റെ വിഷമങ്ങൾ നാഥനായ റബ്ബിനോട് പറയുന്നവനാകണം. നിന്റെ കച്ചവടത്തിന്റെ പ്രശ്നം, നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനകൾ, ആരോഗ്യമായ പ്രശ്നങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കി. ഒരു 40 ദിവസം നിങ്ങൾ നമസ്കാരം ഒന്ന് നിത്യമാക്കി നോക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമാഅത്ത് 40 ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കും, വലിയ മാറ്റമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ മാറ്റം ഉണ്ടാകും, ചെറിയ കാര്യമല്ല. പള്ളിയിൽ തന്നെ 40 ദിവസം ജുമുഅ ജമാഅത്ത് ഒറ്റ വഖത്ത് ഒഴിയാതെ ഒന്ന് പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് മുതൽ തുടങ്ങി റമദാൻ വരെയല്ലേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും തെറ്റിൽ പോവാൻ, എല്ലാവരും മൊബൈൽ ഫോണിൽ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് നീ ഒന്ന് നാദരിലേക്കൊന്ന് തിരിഞ്ഞ്, എല്ലാവരും തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹിലേക്ക് വരുന്നവനെയാണ് റബ്ബ് ശ്രദ്ധിക്കുക. മറിച്ച് എല്ലാവരും റമദാൻ 27 പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് തൗബാ കൂടത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോ നീയും കൂട്ടത്തിൽ കൈയിട്ടു. എന്താ വിശേഷം? അതല്ല കാര്യം. എല്ലാവരും തെറ്റിൽ വ്യാപൃതരാകുമ്പോ നീ ഒന്ന് തിരിയും, നീ നന്നാകും, നീ റബ്ബിലേക്ക് വാ. നീ നിന്റെ ഭാര്യയെ വിളിച്ചോളർത്തി 2 റക്അത്ത് നിസ്കരിക്കും. ഭർത്താവിനെ വിളിച്ചോളർത്ത് ഭാര്യ, ബാ ഇക്ക എഴുന്നേക്ക്, ബാ നിസ്കരിക്കാം. ഇക്ക തിരിഞ്ഞു കിടക്കുക, എനിക്ക് ക്ഷീണമുണ്ട്, ഒരുപാട് വൈകിട്ട് ഇന്നലെ കട ഒന്നും വന്നത്, കട അടച്ചു, പലരിക്കട തുടങ്ങിയതാണ്, കൊറോണ വന്നപ്പോ തുടങ്ങിയതാണ്. ചെറിയ വരുമാനമുള്ള മോനെ, നടക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പോ, സുബൈക്ക് പോകണ്ടേ, ഒക്കെ എഴുന്നേക്ക് 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു തആല നമുക്ക് ചെറിയ വീടും ഈ കുടുംബമൊക്കെ നന്നില്ലേ. എത്ര അയൽവക്കക്കാരിലേക്ക് നോക്ക്, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര നേർച്ചയും വഴിപാടുമായിട്ട് അവർ നടക്കുന്നു. പടച്ചറപ്പ് നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നൽകിയില്ല. മക്കളെ നൽകിയെന്ന് മാത്രമല്ല, അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ പടച്ചറപ്പ് അവരെ കാത്ത് സംരക്ഷിച്ചില്ലേ. ചെറിയൊരു വാഹനം റബ്ബ് നമുക്ക് നൽകിയില്ലേ. നമുക്ക് ഉതകുന്ന നിലയ്ക്കുള്ള ഒരു ചെറിയ വീടല്ലോ നൽകിയില്ലേ. മഴ പെയ്താലും ചോർന്നൊലിക്കാത്തൊരു ചെറിയ കൂര അല്ലാഹു നൽകിയില്ലേ. ചൂട് വന്നാലും പ്രശ്നമില്ലാത്ത ഫാനിട്ടുകൊണ്ട് കിടക്കാൻ ഒരു ചെറിയ സൗകര്യം പടച്ചിറപ്പ് നൽകിയില്ലേ. വാ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് നമസ്കരിപ്പിച്ചാൽ റഹിമല്ലാഹു ഇംറഅത, അവൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലാക്കണം. അങ്ങനത്തെ ഭാര്യമാര് വരണം നമുക്കിടയിൽ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഇണകളെ അത്തരത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഭാര്യ തിരിഞ്ഞു കിടക്കാൻ, സുബൈക്ക് സമയമായി, ഭർത്താവ് എഴുന്നേറ്റു, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഭർത്താവ് വിളിക്കാം, ബാ എഴുന്നേക്ക്, സുബൈക്ക് സമയമായി. ഇന്നലെ ഒരുപാട് പാത്രമൊക്കെ കഴുകി ക്ഷീണിച്ച് കിടക്കുക, നമ്മളെ എഴുന്നേക്ക്, ബാ അല്ലാഹു തആല 2 റക്അത്ത് നിസ്കരിച്ച് സ്നേഹത്തിൽ വിളിക്കും.
ആ വിളിയിൽ അവൾ എഴുന്നേക്കാൻ മടി കാണിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്ത് തെളിച്ചുകൊണ്ടെങ്കിലും വിളിക്കും. ഭർത്താവിനെ അങ്ങനെ വിളിക്കാം. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കണമെന്നല്ല, തരാക്ക് കിടക്കും. പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടാന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി. ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ചെയ്യാൻ നിൽക്കും. ഒരല്പം വെള്ളം തെളിക്കൽ വിധങ്ങൾ പറഞ്ഞത് പദം പറയാൻ അങ്ങനെയാണ്. അവളുടെ മുഖത്ത് സ്വല്പം വെള്ളം തെളിച്ചിട്ട് അവളെ വിളിച്ചുണർത്തി. അങ്ങനെ വിളിച്ചുണർത്തുന്ന ഭർത്താവിനും അല്ലാഹു കരുണ ചൊരിയട്ടെ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ദീനാണ്. ഈ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെ ദീനിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോവാ. ഇത് തിയേറ്ററിലോട്ട് കൊണ്ടുപോവാ റാഹത്തായിട്ട്. പോണ്ട, പടം കാണാൻ പോണ്ട. എവിടെയെങ്കിലും വല്ല ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുക. ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കാതലായി അടുത്തു വരും. ബറക്കത്തുള്ള സദസ്സുകളിലേക്ക് നമ്മൾ വരും. ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് വരും. ഖുർആൻ ഓതാൻ മത്സരിക്കും. ഭാര്യ ഭർത്താവ് കൂടി ഖത്തം തീർക്കുന്നതിൽ മത്സരിക്കും. മത്സരിച്ചൂടെ? നിങ്ങൾ അല്ലാത്തതിൽ നല്ലപോലെ നമ്മൾ മത്സരിക്കുമല്ലോ. 2 ദോശ നിങ്ങൾ 5 ദോശ മൂപ്പര് അങ്ങനെ കഴിച്ച് മത്സരിക്കും. നിങ്ങളെന്താ ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കാത്ത? ഖത്തം തീർക്കുക. ഇന്ന് മുതൽ ഖത്തം തീർക്കുക. നമുക്ക് എത്ര പേജ് വെച്ച് ഓതാം. ഞാനിതാ തുടങ്ങും. നമുക്ക് ഫാത്തിഹ 2 പേരും ഒരുമിച്ച് തുടങ്ങി റാഹത്തായിട്ട് അങ്ങനെ ഖത്തം മത്സരിച്ച് തീർക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി 1 ലക്ഷം ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെച്ചങ്ങ് തുടങ്ങി. മാഷാ അല്ലാഹ് വേഗം കൗണ്ടർ തസ്ബീഹ് വാങ്ങിച്ചിട്ട് ദിക്ർ ചൊല്ലി തീർക്കും. സലാത്ത് അധികരിപ്പിക്കും. പരിശുദ്ധമായ റജബ് മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ അധികരിപ്പിക്കും. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതി. പരിശുദ്ധമായ ശഅബാൻ ഇദാ കടന്നു വരുന്നു. വശഅബാനു അസ്സലാത്തു അല നബിയിൽ മുഖ്താർ. റസൂലുള്ളാഹിക്ക് അധികരിച്ച സലാത്ത് ചൊല്ലി, നബിയുടെ മേലുള്ള സലാത്ത്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. സലാത്ത് അധികരിപ്പിക്കൽ, മത്സരിക്കൽ. റമളാനിൽ ഖുർആൻ ഖത്മ തീർക്കൽ, ധാരാളമായി ഖത്മ തീർക്കൽ. ഖുർആൻ നല്ലതുപോലെ ഓതി. യാസീനും സൂറത്തുൽ മുൽക്കും അർറഹ്മാനും സജദയും ഒക്കെ ഡെയിലി ഇശാമഗ്രിബിന്റെ ഇടയിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് പാരായണം ചെയ്യൽ. മക്കളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വാപ്പയോ ഉമ്മയോ അറിയാവുന്ന സ്വരത്തിലും അറിയാവുന്ന മലയാളത്തിലും ഒന്ന് ദുആ ചെയ്യൽ. അല്ലാഹു ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ നാഥ. ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മകളുടെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ദുആ ചെയ്യൽ. അല്ലാഹു ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. ഓർമ്മശക്തിയും ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പരീക്ഷ അടുത്തു വരികയാണ്. SSLC +2 പഠിക്കുന്ന മക്കൾ അല്ലാഹു ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്യൽ. പരിശ്രമം വേണം സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത് വേണം. ഇതൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കാണുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഉസ്താദിനോട് ഏൽപ്പിക്കുക. ഒരു ദിക്റും ഇല്ല, ഒന്നുമില്ല. വലിയ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. എന്താ ഔറാദ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തികച്ചുണ്ടോ? സലാത്ത് 100 ഉണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം 100 ഉണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്നുള്ള മഹനീയമായ ദിക്ർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? യാസീൻ സൂറത്ത് നിത്യമായി സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും പാരായണം ചെയ്യലുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായി ഓതാറുണ്ടോ? കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒന്നിനെ കുറിച്ചല്ല. ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്തുൽ മുൽക്ക് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? സജദ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? പിന്നെന്ത് മുഅ്മിൻ, പിന്നെന്ത് വിശ്വാസി? എവിടെയെങ്കിലും റാത്തീവും മൂലവും നടക്കുമ്പോൾ മാത്രം അതിൽ വന്ന് കുറച്ചു നേരം പങ്കെടുത്തിട്ട് അതിന്റെ ചീരണി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒജിയലിച്ച് കഴിക്കുക. എന്നിട്ട് നമുക്ക് സുന്നി വലിയ ദീനാന്ന് പറയാം. അതാണോ ദീൻ? ജീവിതത്തിൽ അമല് വേണം സഹോദരങ്ങളെ. അമലില്ലാതെ രക്ഷപ്പെടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരങ്ങൾ ചിട്ട വേണം, നോമ്പുകൾ കൃത്യത വേണം, സക്കാത്തുകൾ കൊടുത്തു വീറണം, പാവങ്ങളുടെ കണ്ണീരപ്പണം, നിരാലംബര കവലംബമാകണം, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണം, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ബഹുമാനിക്കണം, ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കിയെടുക്കണം, ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ കൈപുസ്തകമാക്കണം, നമ്മുടെ കാറ്റലോഗ് ആണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. തീർന്നില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. ആഖിറത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിന്റെ ജീവിതം സമ്പുഷ്ടമാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട റജബിനെ നീ മറക്കരുത്. റജബ് എന്ന് പറയുന്നത് ബറക്കത്തുള്ള മാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ബറക്കത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം.
റജബ് ബറക്കത്തുണ്ടാക്കിയെടുക്കേണ്ട മാസം. അതിന് നീ ബറക്കത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് പറഞ്ഞത് ദുആ. ഏത് ഇത് നമ്മളിങ്ങനെ കൊല്ലം കൊല്ലം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഇത് റജബും ഷാബാനും കഴിഞ്ഞിട്ട് പിന്നെ ദ്വാരക്കുള്ളതല്ല, റജബിലും ഷാബാനിലും ദ്വാരക്കുള്ളതാണ്. അല്ല ഇതിങ്ങനെ കേട്ടിങ്ങനെ തഴമ്പിച്ച് ഉസ്താദെ കാണാതറിയാൻ ഞങ്ങൾക്ക് ആ ദുആ. എന്താ കാര്യം? ഇത് ചെയ്യണ്ടേ? ഇത് നിത്യമായി ചെയ്യണം. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും സദാസമയത്തും മുഅ്മിൻ ഈ ദുആ ഇങ്ങനെ നിത്യമാക്കി ബറക്കത്ത് ചോദിച്ചു വാങ്ങണം. കിട്ടിയേ പറ്റൂ. കാരണം ഭയങ്കര ബറക്കത്താണ്. എല്ലാ മഹാന്മാരും ചോദിച്ചത് ആദരവായ റസൂലുള്ള പഠിപ്പിച്ചതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം അതിൽ വലിയ ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾ അറിയാൻ പറ്റും. ഒരു ആത്മീയത നമ്മുടെ വീട്ടിലുണ്ടാവും. സിനിമയും സീരിയലും കണ്ടുകൊണ്ടാണോ വീട് നിലകൊള്ളുന്നത്? എന്നാൽ ആ ബറക്കത്ത് കിട്ടിയിട്ടില്ല. കള്ളവും ചതിയും വഞ്ചനയും നിന്റെ കച്ചവടത്തിലുണ്ടോ? ആ ബറക്കത്ത് നിന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. ബറക്കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആത്മീയത നിഴലിക്കും, നമസ്കാരങ്ങൾ ചിട്ടവെക്കും. ആഴ്ചയിൽ ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ആ വീട്ടിലെ കുടുംബിനികൾ തയ്യാറാകും, സഹോദരൻ തയ്യാറാകും. മക്കളൊക്കെ മഗ്‌രിബിന്റെ സമയത്താകുമ്പോൾ ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളും. ഖുർആൻ ഓതിക്കൊണ്ട് ആ വീട് ഐശ്വര്യ സമ്പൂർണ്ണമാകും. ബറക്കത്തിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഖുർആൻ ഓതൽ മാത്രമല്ല, മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണേ. മഹാന്മാരായ ആളുകളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. നല്ല നല്ല സ്വാലിഹീങ്ങളെ, പണ്ഡിതന്മാരെ വീട്ടിൽ കൊണ്ടുവരണം. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കെന്റെ 2 കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ ഖദ് അൻകറതു ബസരി യാ റസൂലല്ലാഹ്, എന്റെ 2 കണ്ണിന്റെയും കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ റസൂലേ, അവിടുന്ന് എന്റെ വീട്ടിൽ വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം തഈൻ ചെയ്തു തരം, നമസ്കരിച്ചു തരണം റസൂലേ. എനിക്കിനി അവിടുത്തോടൊപ്പം ജുമാ ജമാഅത്തുകൾക്ക് വരാൻ സാധിക്കില്ല, എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റൂല. 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു സ്ഥലം അവിടുന്ന് നമസ്കാരത്തിനായി തഈൻ ചെയ്തു തരണം, നിജപ്പെടുത്തി തരണം റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം ഒരു ദുഹയുടെ സമയമായപ്പോ, 10 മണി സമയമായപ്പോ, ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ബാൻ ഇബ്നു മാലിക് എന്ന് പറയുന്ന ആ സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. 2 പേരും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയാണ് നമസ്കരിച്ചു തരേണ്ടത്? ആ സ്ഥലമൊന്ന് കാണിച്ചു തരൂ ഇത്ബാനേ. ഞാൻ എന്റെ വീടിന്റെ ഒരു കോർണർ കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സഫായി നിലകൊണ്ടു. റസൂലുള്ള കൈകെട്ടാ തുനിഞ്ഞു. ഞങ്ങളും റസൂലുള്ളയോടൊപ്പം നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞങ്ങളും കൈകെട്ടുകയാണ്. 2 റക്അത്ത് സുന്നത്ത് കൊണ്ട് നമസ്കരിച്ച് വീട് ബറക്കത്താക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇത്ബാൻ ഇബ്നു മാലിക്കിന്റെ വീട്ടിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ആരാണ് ചോദിക്കുന്നത് സഹോദരാ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വീട്ടിൽ വന്നത്. ആ റസൂലുള്ളയാണ് നമസ്കരിച്ചത്. ആ റസൂലുള്ളയോടൊപ്പം കടന്നു വന്ന വ്യക്തിയോ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയാണ് വസയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. 2 പേരും വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആമീൻ പറഞ്ഞു. സഹാബത്ത് വല്ലാത്ത സന്തോഷമായി. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ അലനല്ലൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന ലൈവിലൂടെ കേൾക്കുന്ന പ്രവാസ സുഹൃത്തുക്കളോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങൾ
അവരോടുള്ള ബഹുമാനം, അവരോടുള്ള ആദരവ് നമ്മൾ നിലനിർത്തണേ. അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണേ. മഹത്തുക്കളെ നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരണേ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മുസല്ല വിരിച്ചുകൊണ്ട് ആ നമസ്കാരത്തിനുള്ള സ്ഥലമൊന്ന് കാണിച്ചു കൊടുത്ത് 2 റക്അത്ത് നമസ്കരിപ്പിച്ചുകൊണ്ടൊന്ന് ബറക്കത്താക്കണേ. ആ സ്ഥലത്ത് നമസ്കരിക്കൽ തന്നെ ബറക്കത്താണ്. റസൂലുള്ളാഹി സുജൂദ് ചെയ്ത സ്ഥലം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ സുജൂദ് ചെയ്ത സ്ഥലം, അവരിരുന്ന സ്ഥലം, അവർ കാല് വെച്ച സ്ഥലം, അത് ബറക്കത്താണ്, ബറക്കത്താണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിലകൊണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തതായ ഒരു കല്ലല്ലയോ മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ കാലെടുത്തു വെച്ചു. ആ കല്ല് ഓരോ പടവുകൾ ഉയർത്തുമ്പോഴും അവിടേക്ക് എത്തിച്ചു കൊടുത്തു. കല്ലെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം കയ്യിലേക്ക് കൊടുക്കുമ്പോ ഈ കല്ലിലേക്ക് അങ്ങ് കയറി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ലിഫ്റ്റായി ഏതൊരു സ്ഥലത്തേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടേക്ക് ഈ കല്ല് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയാണ്. ആ കല്ലല്ലയോ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഒരു ചില്ലിൻ കൂട്ടിലായിട്ട് പടച്ചറപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ കുറിച്ചല്ലയോ ഖുർആൻ പറഞ്ഞത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കേവലം കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുസ്ലിമേ നീ തവാഫ് ചെയ്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ബറക്കത്തുള്ളമായ സ്ഥലമാണ് ഈ കല്ല്. ഇനി കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതോ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പണിയപ്പെട്ടതായ പടച്ചറപ്പിനെ ആരാധിക്കാൻ വേണ്ടി പണിതതാകുന്ന ആദ്യത്തെ ഗേഹമേതെന്നറിയുമോ? അത് പരിശുദ്ധമാക്കപ്പെട്ട മക്കയാകുന്ന മക്കയിൽ അല്ലാഹു നിർമ്മിച്ചതായ മുബാറക്കായ ഗേഹമാണ്. അത് കഅബയാണ്, കഅബത്തുൽ മുശറഫയാണ്. കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുബാറക, ബറക്കത്താണ്, ബറക്കത്താക്കപ്പെട്ടതായ ഗേഹമാണ്. ആ ബറക്കത്താക്കപ്പെട്ട ഗേഹത്തിന്റെ പരിസരത്തുള്ളതാകുന്ന മഖാം ഇബ്രാഹീമും ബറക്കത്താണ്, ബറക്കത്താണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നതായ, അതിന്റെ ഓരത്ത് ഭിത്തി ചെയ്യപ്പെട്ടതായ ഹജറുൽ അസ്വദിനും ബറക്കത്താണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം വന്നുകൊണ്ട് തവാഫ് ചെയ്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നി ലഅലമു അന്നക ഹജറുൻ. എനിക്കറിയാം നീ കേവലം ഒരു കല്ല് മാത്രമാണ്. ഹജറുൽ അസ്വദ്, കറുത്ത കല്ല്, നീ കേവലം ഒരു കല്ല് മാത്രമാണ്. നീ വെളുത്ത കല്ലായിരുന്നു. നിന്നെ സ്വർഗലോകത്ത് നിറക്കപ്പെട്ടതാണ്. നിന്നെ വന്നുകൊണ്ട് പാപമംഗലമാകുന്ന കരങ്ങളുമായി ആദം സന്തതികൾ വന്നുകൊണ്ട് തൊട്ടപ്പോ അവരുടെ പാദത്തെ, അവരുടെ പാപം നിമിത്തമായിട്ട് നീ കറുകറുത്തു പോയതാണ്. നീ അഅലമു അന്നക ഹജറുൻ ലാ തളറു വലാ തൻഫഉ. ഒരു പ്രയോജനവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവവും നിന്നെ കൊണ്ടുണ്ടാവുകയില്ല. അങ്ങനത്തെ കേവലം ഒരു കല്ല് മാത്രമാണ്. പക്ഷേ വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. റസൂലുള്ള നിന്നെ ചുംബിച്ചപ്പോൾ മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല, നിനക്ക് ശ്രേഷ്ഠതയുണ്ട്, നിനക്ക് ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം നമ്മൾ, ഹജറുൽ അസ്വദ് ബറക്കത്താക്കപ്പെട്ട കല്ല്. അതുകൊണ്ടാണ് അതിനെ ചുംബിക്കുന്നത്, അതിനെ തൊട്ടുമുത്തുന്നത്. അതിനെ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇശാറത്താക്കിയിട്ട് കൈമുത്തും. മനസ്സിലാക്കണം നമ്മൾ.
ദീനിന്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക. ബറക്കത്തുള്ള എല്ലാ വസ്തുക്കളെയും, അത് കേവലം ചേതനയറ്റതാകുന്ന വസ്തുക്കൾ കല്ലായിരുന്നാലും ശരി, ഞാൻ മനസ്സിലാക്കുക. ബഹുമാനിക്കാൻ പറഞ്ഞു, ബഹുമാനിക്കണം. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരു ബുദ്ധിമുട്ടും ഒരു നന്മയും ചെയ്യാത്ത ഒരു കല്ലാണെന്ന് എനിക്കറിയാം. അതിനുള്ള വസ്തുത നോക്കിയിട്ട് പറയാൻ. പിന്നെ നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്തിനാണ്? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബറക്കത്ത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ബറക്കത്ത് എല്ലായിടത്തും ഉണ്ട്. ഈ ഇരിക്കുന്ന പ്രായം ചെന്നവരിലുണ്ട്. പ്രായം ചെന്നവരിൽ ബറക്കത്തുണ്ട്. ബറക്കത്തിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പറയാനുണ്ട്. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ബറക്കത്തുള്ളതാണ്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ ഫഅംബത്നാ ഫീഹി ജന്നാതിൻ വഹബ്ബൽ ഖസീദ് വന്നഖല ബാസിഖാതിൻ ലഹാ ത്വൽഉൻ നളീദ് رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج ونزلنا من السماء ماء مباركا ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തരുന്നതായ ബറക്കത്തുള്ളതാകുന്ന വെള്ളമാണ്. മഴയെ പറ്റി ഖുർആൻ പറയാൻ, മഴ എന്ന് പറയുന്നത് ബറക്കത്തുള്ള വെള്ളമാണ്. അതിന്റെ ശ്രേഷ്ഠത ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ. സാധാരണ വെള്ളം പോലെയല്ല, ചില കണികകൾ ഭയങ്കരമാണ്, ഇതിൽ എഫക്റ്റീവാണ്. മറ്റുള്ള സാധാരണ വെള്ളം പോലെയല്ല, അതിനൊരു പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാഅം മുബാറക്കൻ ഖുർആൻ പറഞ്ഞു, അത് ബറക്കത്തുള്ള വെള്ളം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഖുർആൻ ഒരുപാട് സാധനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പോലെ ഒലിവ് മരത്തെ പറ്റി ഖുർആൻ പറഞ്ഞു. ഒലിവ് മരം എന്താണത്? ബറക്കത്തുള്ള വൃക്ഷമാണ്. ഖുർആൻ പറഞ്ഞു. ആയത്താണ്, ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, ശജറത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട വൃക്ഷമാണ് ഒലിവ് മരം. ബറക്കത്താക്കപ്പെട്ട വൃക്ഷം, ഒലിവുങ്കായ. മനസ്സിലായില്ലേ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ചത് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ ഹദീസല്ലേ ഇപ്പൊ പോയത്. നമുക്ക് കുറച്ച് ആയത്തുകളിൽ മാത്രമേ ഇപ്പൊ പോയിട്ടുള്ളത് ബറക്കത്ത് എന്ന വാക്കിനെ. ഹദീസിനെ കുറിച്ച് പോയാൽ പിന്നെ 50 ദിവസമെങ്കിലും കുറഞ്ഞു വേണം. അതുപോലെ ജീവിതം മുഴുവൻ ബറക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ബറക്കത്താക്കപ്പെട്ടതായ അഹ്ലുകാരോടൊപ്പം നിലകൊണ്ടോ. ഈ ബറക്കത്ത് എവിടെയാ ഉള്ളത്? ഇത് അമ്പിയാക്കൾ, അവരുടെ പിന്തലമുറക്കാരാകുന്ന ഉലമാ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരുടെ കൈവശമായി ബറക്കത്ത്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ ബറക്കത്ത് നമുക്കിടയിലുമുണ്ട്. അൽ ബറക്കത്തു മഅൽ അകാബിർ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതായ ഹദീസ് അതാണ്. അൽ ബറക്കത്തു മഅൽ അകാബിരി. പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ നിർത്തുകയാണ് ഈ ഒറ്റ ഹദീസ് കൂടി ശ്രദ്ധിച്ചോ. പ്രായം ചെന്നവരോടൊപ്പം ബറക്കത്ത്. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ പ്രായമായവരെ ബഹുമാനിക്കാതെ ആയിപ്പോയി എന്നുള്ളതാണ്. ബഹുമാനം എല്ലായിടത്തും ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ഭക്ഷണത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ക്ലോസറ്റിന്റെ മാതൃകയിൽ കേക്കുണ്ടാക്കിയിട്ട് കല്യാണ സദസ്സുകൾ വിളമ്പുന്നത്. എന്നിട്ട് അതിങ്ങനെ തോണ്ടി കായ് വെച്ച് കൊടുക്കുക, ആഴത്തായിട്ട് കഴിക്ക്, തടി വെക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ആരായിരുന്നു ചെയ്യുന്നത്? കുന്തും ഖൈറ ഉമ്മ. നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയതാകുന്ന ഉമ്മത്ത് മുഹമ്മദിന്റേതാകുന്ന അവസ്ഥയാണിത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ അവസ്ഥ ഏറ്റവും വലിയ ഉത്തമ സമുദായം എന്ന ഖുർആൻ അടയാളപ്പെടുത്തിയ ഉമ്മത്താണ് ഈ പരിപാടി. ക്ലോസത്തിന്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കറക്റ്റ് അമേദ്യത്തിന്റെ കളറും കോലവും ഒക്കെ അതൊക്കെ ഉണ്ടാക്കിയവരുടെ ചിന്താഗതി സമ്മതിക്കണവരെ. അവരെയാണ് പോയിട്ട് പൂജിക്കണം. താത്താമാര് ഈ കൊറോണ വന്നപ്പോ പഠിച്ച 2-3 സംഗതികളാണ് ഇത്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോ, അത് ഭർത്താക്കന്മാർക്ക് നല്ല ഭക്ഷണം, കുഴിമന്തിയും കിഴി പൊറോട്ടായും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ. നല്ല വിവിധ തരത്തിലുള്ളതാകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. അത് വേണം. നല്ല ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക. പുറത്തൊന്നും പിന്നെ പോയി വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. ഇവിടെ തന്നെ ഭാര്യ തന്നെ ഇതെല്ലാം ഉണ്ടാക്കുമെങ്കിൽ റാഹത്തല്ലേ. ചെലവും ചുരുങ്ങി കിട്ടും. പഠിക്കും. വിവിധ ഭാര്യമാരുടെ കഴിവുകളാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയാൻ വേണ്ടി ഉറക്കെ പറയും. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഭർത്താക്കന്മാർക്ക് അള്ളാഹു ബറക്കത്ത് ചുരിയട്ടെ. വേണം, അത് വേണം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അതിനൊക്കെ നിങ്ങൾ തയ്യാറായി. പക്ഷെ ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾക്ക് കുടുംബങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല. ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബഹുമാനങ്ങൾ എടുത്തുപോയി. എല്ലാത്തിനോടുമുള്ള ബഹുമാനം, ഭക്ഷണത്തോടുള്ള ബഹുമാനം. ആ ഭക്ഷണത്തിന്റെ രൂപത്തിൽ അമേദ്യത്തിൻ്റെതാകുന്ന കോലത്തിലും രൂപത്തിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വലിയ സദസ്സുകളിൽ ക്യാമറ വെച്ചിട്ട് മറ്റുള്ളവർക്ക് മുഴുവനും പ്രചരിപ്പിക്കുകയാണ് തെറ്റ്. അവിടെയാണ് വിഷയം. ഈ ഉമ്മത്ത് മുഹമ്മദിനെ നിന്യന്മാരും നിസ്സാരന്മാരുമായിട്ട് വീണ്ടും ആക്കി തീർക്കുന്നു. അല്ലെ തന്നെ വൈകിട്ട് 8 മണിക്കത്തെയും 10 മണിക്കത്തെയും ചർച്ച മുഴുവൻ, ചാനൽ മുഴുവനും ഉമ്മത്ത് മുഹമ്മദിനെ കുറിച്ച്. ഈ സമുദായത്തെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാ വൈകുന്നേരത്തെ ചർച്ചകളിലും പർദ്ദയിട്ടതാകുന്ന സഹോദരി അവിടെ നിന്നു. അവൾ അവിടെ ലൈവ് ചെയ്തിട്ട് അവൾ അവിടുന്ന് എടുത്ത് കനാലിലേക്ക് ചാടി. കണ്ടില്ലേ വാർത്ത? അതൊക്കെയാണ് വാർത്ത. അതായത് മുസ്ലിം സ്ത്രീ എന്ത് ചെയ്യുന്നു, മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യുന്നു, അതാണ് ചർച്ച മുഴുവൻ. മുഖം മറച്ചതാകുന്ന സ്ത്രീ അവൾ ഇതാ കലാലയത്തിലേക്ക് വന്നു. അപ്പോൾ ഇതാ തടഞ്ഞു. ചർച്ച, വൈകിട്ടത്തെ ചർച്ച. മുസ്ലിം ചെറുപ്പക്കാര് 2 പേര് അവിടെ കൊല ചെയ്യപ്പെട്ടു. മലപ്പുറത്ത് ഇന്നത് നടന്നു. മലപ്പുറത്ത് ആനച്ചേരി, ഭയങ്കരമായ മലപ്പുറത്ത് ആനച്ചേരി. അല്ലേ ഞാൻ പറഞ്ഞു, ഈ ഉമ്മത്തിനെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് കൂടുതൽ സപ്പോർട്ട് ആരുടെ ഭാഗത്ത്? നമ്മുടെ ഉമ്മത്തിൽ നിന്ന്. ഏറ്റവും നല്ല സുന്ദരമായ പവിത്രമാക്കപ്പെട്ട വളരെ ചുരുങ്ങിയ നിലയിൽ തീർക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ, റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ചതാകുന്ന, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ പാടില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ റസൂലുള്ള പറഞ്ഞതാകുന്ന ഉമ്മത്തിൽ നിന്ന് കടന്നു വന്ന ഇത്ര നീചമായ പ്രവർത്തനം. അതെങ്ങനെയാ? 10 ആളെ കാണിച്ച് അത് ഷൂട്ട് ചെയ്ത് ലോകം മുഴുവൻ കാണിച്ചിട്ട് ഇത് കാക്കന്മാരുടെ പരിപാടിയാണ് സമൂഹത്തെ അറിയിക്കുക. ഇനി ഇതിൽ കൂടുതൽ നിന്ദിത വേറെ വല്ലതും വേണം. ഓൾറെഡി നിന്ദിച്ചും മറ്റേതാക്കിയും പ്രശ്നങ്ങളാക്കി ഇവിടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നു. അതിനിടയിൽ വീണ്ടും വീണ്ടും നിന്ദിത. ആരിൽ നിന്ന്? ഈ ഉമ്മത്തിൽ നിന്നല്ല. ഇത്തരത്തിലെ നീചവൃത്തികൾ ചെയ്യുന്നവർ അവർ ഇസ്ലാം ദീനിൽ നിന്ന് മാറി നിൽക്കട്ടെ. എന്തിന് മുസൽമാന്റെ പേര് വെച്ചുകൊണ്ട് നിലകൊള്ളണം? സുലൈമാൻ എന്ന പേര് വെച്ചിട്ട് മോശപ്പെട്ടതാകുന്ന പ്രവണത നിന്റെ ജീവിതത്തിൽ എന്ത് വരണം? മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വരാത്തതാകുന്ന, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് ചേരാത്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ നിന്ന് നീ പുറത്തു പോയിട്ട് വേറെ ഏതെങ്കിലും മതത്തിന്റെ വക്താവായിട്ട് ചെയ്തോ? ദീൻ
നിന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. പരിശുദ്ധ ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാണ്. ഈ ഇസ്ലാമിലേക്ക് ആവശ്യമില്ലാത്തതാകുന്ന പ്രവണതകൾ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ പ്രവർത്തനമാണെന്ന് ഇവിടെ കാട്ടിക്കൂട്ടാൻ ആരും തന്നെ തുനിയേണ്ടതില്ല, അതിന് സമ്മതിക്കുകയുമില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആരെങ്കിലും നമസ്കാരങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ? നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്രി അജ്മീരി റളിയല്ലാഹു അൻഹു ജീവിതം പറഞ്ഞില്ലേ, 70 ദിവസത്തോളം പകൽ നോമ്പനുഷ്ഠിച്ചിട്ട് രാത്രിയിൽ മുഴുവൻ നമസ്കരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രവണതകൾ ചെയ്യുന്നവർക്ക് ഒരു 10 ദിവസം തികച്ച് നോമ്പ് പിടിക്കാൻ സാധിക്കുമോ? റജബിൽ 10 പാവങ്ങളുടെ കണ്ണീരപ്പാൻ സാധിക്കുമോ? 10 ദിവസം തഹജ്ജുദ് നമസ്കരിക്കാൻ രാത്രിയിൽ എഴുന്നേൽക്കുമോ? ദീനിന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. അവിടെയല്ലേ നിങ്ങളുടെ വാശിയും വീറും കാണിക്കേണ്ടത്. അശ്ലീലത കാണിച്ചിട്ടാകരുത്, ദീനിനെതിരേക്ക് അശ്ലീലത കാണിച്ചിട്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ദീനിനെ നിങ്ങൾ ഇത്തരത്തിൽ നീചവൃത്തിയാക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെതാകുന്ന തളികയിലേക്ക് നിങ്ങൾ പോയിരിക്കണം. വലാ യുഅ്മറു ബിതഖ്ദീമിഹി, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല. ലിഅന്നഹു ഇസ്തിഹാന. പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പോയി അവിടെ പോയി ഇരുന്നതിന് ശേഷം വേണം തീന്മേശയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ എന്നാണ്. നമ്മൾ ചെന്നിരുന്നതിന് ശേഷം വേണം ഭക്ഷണം വരാൻ. നേരത്തെ ഭക്ഷണം വിളമ്പി വെക്കാൻ പറയാൻ പോലും പാടില്ല. ലിഅന്നഹു ഇസ്തിഹാന, അത് ഭക്ഷണത്തോട് കാണിക്കുന്ന നിന്ദ്യതയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. ആണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വയജ്ലിസു كجلسة المتواضع وكان النبي صلى الله عليه وسلم يجلس كجلسة المتواضع. വിനയാന്വിതനിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ റസൂലുള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആകുലു കമാ യഅകുലുൽ അബീദ്, ഒരടിമ തിന്നുന്നത് പോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. വിനയത്തോടുകൂടി. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിലത്തിരുന്നുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരായി പറയുന്നത്? സൃഷ്ടികളിലെ ഏറ്റവും സമുന്നത വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളോ? നമ്മളെങ്ങനെയാ കഴിക്കുന്നത്? നമ്മൾ ഇരുന്നും ചെരിഞ്ഞും കടന്നും ഒക്കെ ഭക്ഷണം കഴിക്കാം, നിന്നും ഒക്കെ വെള്ളം കുടിക്കാം. ഇന്ന് ശാസ്ത്രം തന്നെ പറയും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുതേ. റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു നിന്നുകൊണ്ട് കുടിക്കരുത്, മാറാവ്യാധി കൊണ്ട് നിന്നെ പരീക്ഷിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ശാസ്ത്രം പറയുന്നു പലവിധ അസുഖങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ, ഒറ്റയടിക്ക് കമത്തി വെള്ളം കുടിച്ചാൽ അസുഖം ഉണ്ടാകും. ഇറുക്ക് പതുക്കെ ഓരോ ഇറുക്ക് വെച്ച് കുടിക്കൻ, ഇരുന്നു കൊണ്ട് കുടിക്കൻ, സാവധാനത്തിലാകൻ, തലമറച്ചുകൊണ്ട് കുടിക്കൻ. ഇതിനൊക്കെ വിശുദ്ധ ഇസ്ലാം പറയുന്ന ആദർശം മനസ്സിലാക്കണം. ബിസ്മില്ലിട്ട് കുടിക്കൻ, കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയും. എത്ര സുന്നത്തുകളുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കൻ. നമ്മൾ ഈ സുന്നത്തുകളൊന്നും പാലിക്കുന്നില്ല. ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്നതാണ്. ബറക്കത്ത് വേണ്ടേ നമുക്ക്? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. കുടിക്കുന്നതിൽ ബറക്കത്ത് വേണം, കഴിക്കുന്നതിൽ ബറക്കത്ത് വേണം, കച്ചവടത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം, കുടുംബത്തിൽ ബറക്കത്ത് വേണം, സമൂഹത്തിൽ ബറക്കത്ത് വേണം, നിന്റെ ഓരോ വീടുകളിലും ബറക്കത്ത് വേണം, ഓരോ മൂലകളിലും, നിന്റെ വാഹനത്തിലും ബറക്കത്ത് വേണം. അതിനുവേണ്ടിയാണല്ലോ വാഹനം എടുത്താൽ നമ്മൾ ഉസ്താദ്മാരുടെ കൊണ്ടുവരും, അതിന്റെ താക്കോൽ കൊണ്ടുപോയി കൊടുക്കും, ദുആ ചെയ്യിപ്പിക്കും. വീട്ടിൽ വന്ന ആലിമീങ്ങളെ കൊണ്ടുവരും, ദുആ ചെയ്യിപ്പിക്കും. സുന്നത്ത് നമസ്കരിക്കും, വീട്ടിൽ ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും. വീട് ബർക്കത്തുണ്ടാക്കാനാണ്, ഐശ്വര്യ സമ്പൂർണ്ണമാക്കാനാണ്. ഈ ഐശ്വര്യം സമ്പൂർണ്ണമാക്കിയത് നിലനിൽക്കണം, അതിനു വേണ്ടിയുമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ബറകത്തു മഅൽ അകാബിർ, പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ബൈന നഹ്നു റസൂലുള്ളാഹ് بين رسول الله صلى الله عليه وسلم وابو بكر وعمر وابو عبيدة بن الجراح.
അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇബ്നുൽ ആമിർ അൽ ജബ്റാഹി റളിയല്ലാഹു അൻഹു, ഞങ്ങളെല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഒരു തോൽപാത്രം നിറയെ കുടിവെള്ളവുമായിട്ട് കടന്നു വരുകയാണ്. ഒരു തോൽപാത്രം നിറച്ചുള്ള വെള്ളവുമായിട്ട് ഇതാ ഒരു സഹാബി കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ അതെടുത്തുകൊണ്ട് റസൂൽ എന്ന് പറയുകയാണ്, ഖുദ് യാ അബാ ഉബൈദ, ഖുദ് യാ അബാ ഉബൈദ, അല്ലയോ അബൂ ഉബൈദ, നീ പിടിക്കണേ, ഈ ഗ്ലാസിൽ പിടിക്കണേ, ഈ തോൽപാത്രത്തിൽ പിടിച്ചുകൊണ്ട് വെള്ളം ആദ്യമായി നിങ്ങൾ കുടിക്കണേ. എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ പ്രായം ചെന്ന വ്യക്തിയാണ് അബൂ ഉബൈദ, റസൂലുള്ളാഹിയേക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. കുറച്ച് സഹാബത്തും ഇരിപ്പുണ്ട്, ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തുണ്ട്. അവരെല്ലാം പ്രായം ചെന്നതായ അബൂ ഉബൈദയെ മുന്നിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അന്ത ഹഖ്ഖു ബി യാ റസൂലല്ലാഹ്. പ്രായത്തിൽ മുതിർന്നവനായിരിക്കാം, പക്ഷേ നബിയെ തങ്ങളുള്ള സദസ്സിൽ തങ്ങളാണ് ഏറ്റവും അത്യുത്കൃഷ്ടൻ. തങ്ങൾ കുടിച്ചിട്ടതിന്റെ ബാക്കി തന്നാൽ മതി, അതിലാണ് ബറക്കത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നില്ല. ഖുദ് യാ അബാ ഉബൈദ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരി, പ്രായം ചെന്ന വീട്ടിലുള്ള മാതാപിതാക്കള് ഗൗനിക്കണേ. വാപ്പ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, ഉമ്മ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ കറി മുഴുവനും വടിച്ചെടുക്കുന്നതായ മക്കളില്ലയോ? ആ പ്രായം ചെന്ന ഉമ്മ കഴിച്ചിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം മറ്റ് കെട്ടിയിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം ഇറച്ചി കഷ്ണമോ മീനോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാര് ശ്രദ്ധിക്കാതെ പോകരുതേ. ഗൗരവമുള്ള വിഷയമാണ്. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തുനിയരുതേ എന്ന് ശാഫി മദ്ഹബിലെ പ്രബലമാകുന്ന പണ്ഡിത നേതൃത്വം പറയുമ്പോ എത്ര ചെറുപ്പക്കാരിത് ശ്രദ്ധിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ഗൗനിക്കണേ. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ അതിൽ പ്രായമുള്ളവർ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ കൈവെക്കാതെ, ആഹാരത്തിൽ കൈവെക്കാതെ അതിനു മുമ്പ് നീ കൈകടത്തരുതേ. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മോശപ്പെട്ടതായ പ്രവണതയാണ്. ഇസ്ലാമിൽ അത് വലിയ തെറ്റായിട്ട് റസൂലുള്ള പഠിപ്പിക്കുകയാ. അത് ആദരവില്ലാത്ത പ്രവർത്തനമാണ്, അത് ബറക്കത്തിന്റെ നിഷേധമാണ്. റസൂലുള്ള ഇതാ അബൂ ഉബൈദയോട് പറയുകയാണ്, ഖുദ് യാ അബാ ഉബൈദ, അബൂ ഉബൈദ, പിടിക്കണേ. അബൂ ഉബൈദ വിറയാർന്ന കൈയോടുകൂടി റസൂലുള്ള പറഞ്ഞതല്ലേ, പിടിക്കാതിരിക്കാൻ കഴിയില്ല. ഫഅഖദ അബൂ ഉബൈദ പാത്രത്തിൽ പിടുത്തമിടുകയാ. ഫഖാല ഖബല അൻ യശ്റബ, കുടിക്കാൻ വായിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വീണ്ടും റസൂലുള്ളാഹിയോട് പറയുകയാണ്, യന്താ ഹഖ്ഖു ബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളാണ് എന്നേക്കാൾ ഇതുകൊണ്ട് ബന്ധപ്പെട്ടത് റസൂലേ. അതുകൊണ്ട് തങ്ങൾ ആദ്യം കുടിച്ചിട്ട് ബറക്കത്താക്കി ഈ പാവപ്പെട്ടവന് നൽകിയാലും റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇശ്റബ് യാ അബാ ഉബൈദ. കയ്യിൽ പിടിപ്പിച്ചതിന് ശേഷം റസൂലുള്ള പറയുകയാണ്, കുടിക്കൂ അബൂ ഉബൈദ. കൂടെയുള്ള സഹാബത്തും റസൂലുള്ളാഹിയും ദാഹിച്ചിരിക്കുമ്പോഴും പ്രായം ചെന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് റസൂലുള്ള കൊടുക്കുകയാണ്. ഞാനാണ് എന്ന വലിയവനെന്നുള്ള ചിന്ത മക്കളുടെ ഹൃദയത്തിലേക്ക് വരരുതേ. നീ IAS എടുത്തവനായിരുന്നാലും, നീ IPS എടുത്തവനായിരുന്നാലും, നിന്റെ വാപ്പയ്ക്ക് തുല്യം വാപ്പ മാത്രമാ, നിന്റെ ഉമ്മയ്ക്ക് തുല്യം ഉമ്മ മാത്രമാണ്. ആ പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളെ ഗൗനിക്കാതെ അവരെ
ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, അവരെ കൈവച്ചതിന് ശേഷം ബറക്കത്താക്കിയ ഭക്ഷണം കഴിക്കാതെ നിന്റെ ജീവിതം പോകരുതേ, പോകരുതേ. ആ പ്രായം ചെന്ന മാതാപിതാക്കളെയും കുടുംബത്തിൽ മുതിർന്നവരെയും നീ ബഹുമാനിക്കണേ. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ കുടിക്കുകയാണ്. സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി പറയുകയാണ്, അൽ ബറകത്തു മഅൽ അകാബിരി യാ സ്വഹാബ, യാ സ്വഹാബ. ഇനി കാലാകാലം വരുന്ന ജനസഹസ്രങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വലയ തുളച്ചു കയറുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നിർത്തുകയാണ്, അൽ ബറകത്തു മഅൽ അകാബിരി, അൽ ബറകത്തു മഅൽ അകാബിരി. പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത്. തീർന്നില്ല സ്വഹാബ. മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. കുട്ടികളോട് കരുണ കാണിക്കാത്തവരില്ലയോ? ഒരു സദസ്സിൽ കൊച്ചുമക്കളുണ്ട് എങ്കിൽ ആ മക്കൾക്ക് ആദ്യമായ ഭക്ഷണം കൊടുക്കണേ. വീട്ടിൽ അതിഥികൾ വന്നാലും വീട്ടിലുള്ള കൊച്ചുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതേ. അതിഥികളെ കഴിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി ആ പാവപ്പെട്ട മക്കളെ വിഷമിപ്പിക്കരുതേ. അവർക്ക് ആദ്യം തന്നെ നൽകണേ. മല്ലം യർഹം സഗീറനാ, കുട്ടികളോട് കരുണ ചെയ്യാത്തവൻ, വലം യുവഖിർ കബീറനാ, കുടുംബത്തിലുള്ളവരാകട്ടെ, നാട്ടിലുള്ളവരാകട്ടെ, സമുദായത്തിലുള്ളവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, മുതിർന്നവരോടുള്ള ബഹുമാനം സൂക്ഷിക്കാത്തവൻ ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിമല്ല, മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ ബസ്സിൽ കയറുമ്പോൾ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്, അവരെ ഇരുത്തണേ നിന്റെ ഇരിപ്പിടത്തിൽ. നീ ട്രെയിനിൽ കയറുമ്പോ നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രായം ചെന്ന ഉമ്മമാരെ മക്കളെ ഇതാ തോളിൽ പിടിച്ചുകൊണ്ട് അവരിതാ പലപ്പാല് കുടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ പ്രയാസപ്പെടുമ്പോ ആ പ്രായം ചെന്ന ഉമ്മയെ ഇരുത്താൻ നീ തയ്യാറാകണേ. അങ്ങനെ ചെയ്യാത്തിടത്തോളം ഫലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകരോട് നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. നാളെയുടെ നല്ല വക്താക്കളായി മാറണം. നാളത്തെ ഭാവിയുടെ പുഷ്പങ്ങളാണ് നിങ്ങൾ. നിങ്ങളെ കണ്ടുകൊണ്ട് ഈ സമുദായം ഉണരണം. ഈ സമുദായത്തിൽ ഓരോ സഹോദരിമാരും വിളിച്ചു പറയണം, എത്ര നല്ല പ്രവർത്തകരാണ് അലനല്ലൂരിലുള്ള ആ യൂണിറ്റിന്റെ പ്രവർത്തകര്. അൽഹംദുലില്ലാഹ്, അവരിലൂടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൂടി അവരിലേക്ക് ചേർക്കണമെന്ന് പറയണം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനമുണ്ടാവണം. അലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, ഉലമാഇനെ ബഹുമാനിക്കണം. ഇന്ന് നമ്മൾ കൈക്കൊള്ളുന്ന ബഹുമാനത്തെക്കാൾ ഇരട്ടി ഇരട്ടി ബഹുമാനം നമ്മൾ എത്രത്തോളം കൈക്കൊള്ളുന്നവരുണ്ടോ തീർച്ചയായും അതിലാണ് ബറക്കത്ത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ പോയ എല്ലാം പോയി. ഈ ബറക്കത്താണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, നിന്റെ ദാത്തിൽ നീ വച്ചിരിക്കുന്ന ബറക്കത്ത്, നിന്റെ നാമങ്ങളിൽ നീ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ബറക്കത്ത്, നിന്റെ അമ്പിയാക്കൾക്ക് നീ നൽകപ്പെടാകുന്ന ബറക്കത്ത്, അവർ ചോദിച്ചു വാങ്ങിയതായ ബറക്കത്ത്, അവരുടെ കുടുംബത്തിൽ നൽകപ്പെട്ടതായ ബറക്കത്ത്, ഖുർആൻ ഓതുന്നതിലൂടെ നീ നൽകപ്പെടുന്ന ബറക്കത്ത്, ഖുർആനിൽ പറയപ്പെട്ടതായ ബറക്കത്ത്, മഹത്തുക്കളാകുന്ന മുൻകഴിഞ്ഞു പോയ മഹാന്മാർക്ക് നീ കൊടുത്തതായ ബറക്കത്ത്. ഇത്ബാനുബിന് മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതായ ബറക്കത്ത്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശ ലോകത്ത് നിന്ന് നീ ഇറക്കി കൊടുത്തതായ മലായികത്തിന്റെ ബറക്കത്ത് എനിക്ക് നീ നൽകണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ നാഥാ. ദുആ ചെയ്യ്. മനസ്സിലായി?